ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വന്നാൽ നമുക്ക് ശനിയാഴ്ചത്തത് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു പ്രിപ്പറേറ്ററി സെഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്ത് വരേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിൾ ഒരു വിത്തിൻ 3 months എഴുതാനാണ്, എഴുതി പബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. AI അസിസ്റ്റഡ് റൈറ്റിംഗ്, അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ AI ഇല്ലാതിരുന്ന കാലത്ത് പേപ്പർ എഴുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ പേപ്പർ എഴുതുന്ന കാണുമ്പോൾ അസൂയ ഉണ്ടാവും, അതൊരു വിഷയമാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് കുറെ ശരികളുണ്ട്. കാര്യം അവര് എല്ലാ പേപ്പേഴ്സും ഒക്കെ വായിച്ച് കൃത്യമായി മനസ്സിലാക്കി എല്ലാം പിക്ക് ചെയ്തിട്ടാണ് പേപ്പേഴ്സും തീസിസും ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ കാലം ആകുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമെങ്കിലും പലപ്പോഴും ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റിസർച്ച് പേപ്പറിന്റെ ഔട്ട്ലൈന് നമുക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും ChatGPT-യുടെ അടുത്തോ എവിടെ ചോദിച്ചാലോ റിസർച്ച് പേപ്പർ ഔട്ട്ലൈൻ തരും. നമുക്കൊന്നും വായിച്ചു നോക്കട്ടെ, ഡിഫറെന്റ് സെക്ഷൻസ് ഏതൊക്കെ അതിന് തന്നെ അതിന്റെ ട്രെയിനിങ് ഡാറ്റയിലുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40+ ഒക്കെയാണ് ഞാൻ. അപ്പോൾ ഞാനൊക്കെ പേപ്പർ 2012-13 കാലഘട്ടം എഴുതുമ്പോൾ നമ്മൾ പേപ്പർ നോക്കും. ആദ്യം ടൈറ്റില്, പിന്നെ അബ്സ്ട്രാക്ട്, അത് ഇൻഫർമേറ്റീവ് അബ്സ്ട്രാക്ട് ആണോ, ഇൻഡിക്കേറ്റീവ് അബ്സ്ട്രാക്ട് ആണോ, എത്ര വേർഡ്സ് വേണം, കീവേഡ്സ് എങ്ങനെയൊക്കെ കൊടുക്കണം, പിന്നെ ഇൻട്രൊഡക്ഷൻ എത്ര പാർട്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ മാനുവലായിട്ട് നോക്കി എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല. ജസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സംഭവം എല്ലാം കിട്ടും. പക്ഷേ നമ്മൾ ആ കൺവെൻഷണൽ മെത്തേഡിലുള്ള ആ ബേസിക് ഫ്രെയിം വർക്ക്, സ്കെലിട്ടൺ ഒന്ന് അറിഞ്ഞിരുന്നാൽ ഈ AI ടൂൾസ് ബെറ്റർ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ബെറ്റർ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്താൽ ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ബേസിക് മെത്തഡോളജി കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി ഇനിയിപ്പോയി റിസർച്ച് മെത്തഡോളജി ടെക്സ്റ്റ് മുഴുവൻ വായിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഫ്രെയിം വർക്ക്, ഇപ്പോൾ എന്താണ് റിസർച്ച് ഗ്യാപ്പ്, പിന്നെ അതിൽ നിന്ന് റിസർച്ച് പ്രോബ്ലം, പിന്നെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള ആ സൈക്ലിക് പ്രോസസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചോദിച്ചാൽ പല ആൾക്കാരും അത് പറയാറില്ല. ഒരു കൺഫ്യൂഷൻ, സ്ഥിരം പേപ്പർ എഴുതുന്നവരും ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ അത് കൃത്യമായ ധാരണയുണ്ട്. അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് റിസർച്ച് ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്തൊക്കെയാണെന്നുള്ളത്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഗ്യാപ്പ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് പേപ്പേഴ്സ്, ഇതൊക്കെ അറിഞ്ഞു വന്നാലേ നമ്മുടെ റിസർച്ച് എന്താണ്, എന്ത് ഗ്യാപ്പാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്, എന്നിട്ട് ഏത് ടൈപ്പ് റിസർച്ച് ആർട്ടിക്കിളാണ് നമ്മൾ, അപ്പോൾ ഫുൾ ലെങ്ത് റിസർച്ച് ആർട്ടിക്കിൾ ആണോ, ഒപ്പീനിയൻ പീസ് ആണോ, അങ്ങനെയുള്ള റിവ്യൂസിൽ തന്നെ തീമാറ്റിക് റിവ്യൂ, സിസ്റ്റമാറ്റിക്, മെറ്റാ അനാലിസിസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡിഫറൻസിയേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലല്ലേ എഴുതി തുടങ്ങാൻ പറ്റും. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ AI ടൂൾസ്, ഏതൊക്കെ AI ടൂൾസ് ട്രയൽ അക്കൗണ്ട് എടുക്കണമെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക, അതുമായി ബേസ് ചെയ്തിട്ട് റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ഒരു നല്ലൊരു ടൈറ്റിൽ സെറ്റ് ആക്കുക, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതുക, ദെൻ ഒബ്ജക്റ്റീവ്സ്, അതിൽ എന്താണ് റിസർച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ്, പ്രൈമറിയും സെക്കൻഡറി ഒബ്ജക്റ്റീവ്, ഇത്രയെങ്കിലും സെറ്റ് ആക്കിയിട്ട് വരുമ്പോഴായിരിക്കും ശനിയാഴ്ച ബെറ്റർ ആയിട്ട് നമുക്ക് പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ മെത്തഡോളജി ടെക്സ്റ്റ് ഒന്നും വായിക്കാൻ പോണ്ട. അതിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ ഇന്ന് ഒന്ന് വർക്ക്ഔട്ട് ചെയ്താണ്. അത് സക്സസ്ഫുൾ ആവോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. ഇനി ഞാനത് ഷെയർ ചെയ്ത് കാണിക്കാം. ഇപ്പോ ആദ്യമായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച്, നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ മെറ്റീരിയൽ എന്താണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു 3 മാസം കൊണ്ടാണ് ഈ പേപ്പർ എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കി പോകുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഈ ടൈപ്സ് ഓഫ് റിസർച്ച്, അതിൽ നിങ്ങൾക്കറിയാം ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. ഇതിൽ ഞാൻ ചെയ്തത് അതിൻ്റെ ഒരു സമ്മറിയും
പിന്നെ അതിന്റെ എക്സാമ്പിളും കൂടെ ചേർത്തിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, ഇതിൽ നിങ്ങൾ ഏതാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അയച്ചു തരാം. അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരിക എന്നുള്ളത്. അപ്പൊ ടൈപ്സ് ഓഫ് റിസർച്ച് എന്താന്നുള്ളത് നമുക്കറിയാം. ദെൻ റിസർച്ച് ഗ്യാപ്സ്, ടൈപ്സ് ഓഫ് റിസർച്ച് ഗ്യാപ്സ്. ഏതൊക്കെ ഗ്യാപ്പാണ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ മെത്തഡോളജി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അതെന്താ, ഒരു ഗ്ലോബൽ എക്സാമ്പിള്, ഒരു ഇന്ത്യ സ്പെസിഫിക് എക്സാമ്പിള്, ദെൻ കേരള സ്പെസിഫിക് എക്സാമ്പിള്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ എവിഡൻസ് ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പേപ്പർ എഴുതാൻ പോകുന്ന ഐ ആം എബൌട്ട് ടു ഫിൽ ആൻ എവിഡൻസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൂൾസ് ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഗ്യാപ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് എക്സാമ്പിൾസും ലിസ്റ്റ് ചെയ്ത്. മെത്തഡോളജി ടെക്സ്റ്റിൽ സ്പെസിഫിക് എക്സാമ്പിൾസ് ഇതുപോലെ ചിലപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ഒരു ഗ്ലോബൽ എക്സാമ്പിള്, ഇന്ത്യ സ്പെസിഫിക് എക്സാമ്പിള്, ദെൻ കേരള സ്പെസിഫിക് എക്സാമ്പിള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് പറഞ്ഞു, ടൈപ്സ് ഓഫ് റിസർച്ച് ഗ്യാപ്സ് പറഞ്ഞു. ദെൻ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ റിസർച്ച് ഗ്യാപ്പും റിസർച്ച് പ്രോബ്ലം ഒന്നാണോ അതോ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഫയലുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ റിസർച്ച് പ്രോബ്ലത്തിന്റെ തൊട്ട് മുമ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന സാധനമാണ്. അതല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എല്ലാം ജനറേറ്റഡ് ആണ്. കൃത്യമായിട്ട് അത് ഞാൻ വായിച്ച് നോക്കി സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് വായിച്ചു നോക്കി. ഇതിലും ഞാൻ പറഞ്ഞ പോലെ മറ്റ് മെത്തഡോളജി ടെക്സ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് എക്സാമ്പിൾസ് ഞാൻ ഫർദർ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇൻസൈറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാനത് നമ്പർ ഇട്ട് തന്നെ അയച്ചു തരാം. ഫസ്റ്റ് ഏത് വായിക്കണം, സെക്കൻഡ് ഏത് വായിക്കണം, തേർഡ് ഏത് വായിക്കണം എന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യാം. എന്നിട്ട് പിന്നെയുള്ള സംഭവങ്ങളാണ് ഇത് എന്താണ് പ്രോംപ്റ്റിംഗ്. പ്രോംപ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ എന്താണ് സ്മാർട്ട് പ്രോംപ്റ്റ്സ് ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടൂളിൻ്റെ അടുത്ത് ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ചാണ്. ഇത് കാണാമല്ലോ അല്ലെ? ഫോണ്ട് സൈസ് കൂട്ടണോ? ഹലോ സാറേ, ഫുൾ വായിക്കാനാണെങ്കിൽ എന്തായാലും നമുക്ക് സമയമുണ്ടോ? അങ്ങനെ ഇല്ല വായിക്കുന്നില്ലേ? കാണാമല്ലോ അല്ലേ? കാണാം കാണാം. ഓക്കെ. ഞാൻ ഒരെണ്ണം വായിക്കാം. അപ്പൊ ഇതിൽ നോക്കി, ഇതിൽ ഇപ്പൊ നിങ്ങൾ ഈ തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണമെന്നുള്ളതിന് എക്സാമ്പിൾ ഇതിൽ കിടപ്പുണ്ട്. ഞാൻ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടിട്ട്. I need to develop a detailed research plan. Please generate the following sections based on the specific topic provided, ensuring a logical flow from the broad issue to the precise study objective. My specific research topic. ഇവിടെ നിങ്ങളുടെ ടോപ്പിക് എൻ്റർ ചെയ്യണം. ഇപ്പൊ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇൻ കേരള, അല്ലെങ്കിൽ പർച്ചേസിങ് ബിഹേവിയർ ഓഫ് കോളേജ് സ്റ്റുഡൻസ് ഇൻ കോട്ടയം, അതവിടെ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ടോപ്പിക്ക് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണെന്നുള്ളത് അത് ഐഡന്റിഫൈ ചെയ്ത് തരും. അത് ഡിസ്ക്രിപ്റ്റീവ് ആണോ, അനലിറ്റിക്കലാണോ, അപ്ലൈഡ്, ഫണ്ടമെന്റൽ, ആ സംഭവം അതിലേറ്റവും അപ്രോപ്രിയേറ്റ് ഏതാന്ന് ഇത് സജസ്റ്റ് ചെയ്യും. ദെൻ ബ്രീഫ്ലി ജസ്റ്റിഫൈ ഈച്ച് ചോയ്സ്, അതും ചെയ്തു തരും. ദെൻ റിസർച്ച് പ്രോബ്ലം അത് ഐഡന്റിഫൈ ചെയ്ത് തരും. ദെൻ അതിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരും. ദെൻ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തരും. റിസർച്ച് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്ത് തരും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി ജനറേറ്റ് ചെയ്ത് തരും. എന്നിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ആ എക്സാമ്പിൾ, ദ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ട്രഡീഷണൽ ഫിഷിംഗ് പ്രാക്ടീസസ് ആൻഡ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഇൻ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ആലപ്പുഴ, കേരള എന്ന് പറഞ്ഞിട്ട് ബാക്കി പ്രോംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ആ റിസർച്ച് മെത്തഡോളജി ടെക്സ്റ്റ് പറയുന്ന പോലെ ഗ്യാപ്പ്, റിസർച്ച് പ്രോബ്ലം, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഒബ്ജക്റ്റീവ്സ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ്, അത് പ്രൈമറിയും സെക്കൻഡറി എല്ലാ സാധനവും ഈ പ്രോംപ്റ്റിൽ കിട്ടും. ഇത് ഞാൻ ഇന്ന് അയച്ചു തരാം. നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കുക.
എന്നാണ് ഞാൻ ആക്ച്വലി ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സെക്ഷനിലുള്ള പ്രോംപ്റ്റുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാം ഞാൻ ഇട്ടിട്ടില്ല. ഇതിലിപ്പോ റിസർച്ച് ഡിസൈന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് ഇട്ടിട്ടുണ്ട്. ദെൻ സാമ്പിളിംഗ് ഡിസൈന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വായിച്ചിട്ട് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് ഈ റിസർച്ച് ആർട്ടിക്കിൾ ടൈപ്സ് എന്നുള്ളത്. നമ്മൾ എഴുതാൻ പോകുന്ന എന്തായാലും ഏത് റിസർച്ച് ആർട്ടിക്കിൾ ടൈപ്പാന്ന് ആദ്യമേ നമ്മൾ തീരുമാനിച്ചിട്ട് വേണം എഴുതേണ്ടത്. അതാണ് ആക്ച്വലി ഈ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ഒറിജിനൽ, ദെൻ റിവ്യൂ ആർട്ടിക്കിൾസ്, അതിൽ തന്നെ ടൈപ്സ് ഓഫ് റിവ്യൂസ്, നാരേറ്റീവ്, സിസ്റ്റമാറ്റിക്, മെറ്റാ അനാലിസിസ്, അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കേസ് സ്റ്റഡി ആണോ ഇല്ലയോ, ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ ആണോ, പെർസ്പെക്റ്റീവ്, ഒപ്പീനിയൻ പീസ്, കമന്ററി, ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ഏത് ആർട്ടിക്കിളാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളായി. അപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ട ബേസിക് മെത്തഡോളജിയുടെ ആ സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അത് മാത്രമാണ് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സാധാരണ ടെക്സ്റ്റ് കിട്ടുന്നതാണ്. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഞാൻ ഈ ടെൻസ് എന്ന് പറയുന്ന ഈ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് വായിക്കണം. അതായത് നിങ്ങൾ അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ ഏത് ടെൻസ് ആണ് ഉപയോഗിക്കാനുള്ളത്, ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഏതൊക്കെ ടെൻസ് ആണ് സാധാരണഗതിയിൽ, അതും ഞാൻ എക്സാമ്പിൾ വെച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അബ്സ്ട്രാക്റ്റിലാണെങ്കിൽ എക്സാമ്പിൾ ദിസ് സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റഡ്, അത് ഞാൻ ബോൾഡ് ആക്കി ഇട്ടിട്ടുണ്ട്. കാര്യം നിങ്ങൾ പേപ്പർ എഴുതുമ്പോൾ ആ ഏരിയ ബോൾഡായിട്ട് വരാൻ വേണ്ടിയാണ്. മറ്റൊരു സൗകര്യം കൂടി ഈ വേർഡ് ഫയലിനുണ്ട്. നിങ്ങൾ അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ കണ്ടന്റ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ട് ഈ അബ്സ്ട്രാക്ട് ഇത്രയും കോപ്പി ചെയ്തിട്ട് ChatGPT എഴുതുന്ന ആ ടൂളിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, കൺവേർട്ട് മൈ അബ്സ്ട്രാക്ട് ഇൻ ലൈൻ വിത്ത് ദിസ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ എക്സാമ്പിൾ എല്ലാം ഈ ടൂൾ ഐഡന്റിഫൈ ചെയ്ത്, നിങ്ങളിപ്പോൾ പാസ്റ്റിന് പകരം പ്രസന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻസും ഇല്ലാതെ ഇട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ കണ്ടന്റ് ആ ടെൻസ് ഈ ടൂൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അതിനുവേണ്ടിയാണ് ഈ ഫയൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിലും ഈ പറഞ്ഞ പോലെ എന്ത് ടെൻസ് ഒക്കെയാണ് ഉപയോഗിക്കാനുള്ളത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് ആണല്ലോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷന്റെയും കൃത്യമായിട്ടുള്ള ഏത് ടെൻസ് യൂസ് ചെയ്യണം, എക്സാമ്പിളും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെത്തഡോളജി പാർട്ട്, റിസൾട്ട്സ്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, ഈ ഏരിയയിലെല്ലാം വരുന്ന സംഭവം ഇൻക്ലൂഡ്. ഇതെന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇന്ത്യക്കാർ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് എഡിറ്റിങ്ങിന് വേണ്ടിയാണ് പലപ്പോഴും സമയം ഒരുപാട് താമസിക്കുന്നത്, അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള സാധ്യത ലാംഗ്വേജ് എറേഴ്സ് വരുന്നതുകൊണ്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഓരോ ആർട്ടിക്കിളിന്റെ ഡിഫറെന്റ് സെക്ഷൻസ് എന്താണെന്നുള്ളത് വളരെയധികം വിശദീകരിച്ചിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസിൽ. ഇപ്പൊ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ അബ്സ്ട്രാക്റ്റിൽ ഏതൊക്കെ പാർട്ടാണ് ഉള്ളത്? അബ്സ്ട്രാക്റ്റിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പർപ്പസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, റിസൾട്ട്സ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാത്തിനും എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലാസ്റ്റ് ഒരു എക്സാമ്പിൾ അബ്സ്ട്രാക്റ്റും ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അബ്സ്ട്രാക്റ്റിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്ന പേപ്പറിൽ ആ കമ്പോണന്റ് പാർട്സ് എഴുതേണ്ടത്, പ്ലസ് ഒരു സാമ്പിൾ അബ്സ്ട്രാക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവും. ഇതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാനും പറ്റും. പിന്നെ ടൈപ്സ് ഓഫ് അബ്സ്ട്രാക്ട് ഏതൊക്കെയാന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിസർച്ച് പേപ്പറിന്റെ എല്ലാ സെക്ഷനും, ഇപ്പം ഇൻട്രൊഡക്ഷനിലെ കമ്പോണന്റ് പാർട്സ് എന്താണ്, ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണം, സാമ്പിൾ ഇൻട്രൊഡക്ഷൻ എല്ലാം അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ അതുപോലെ ചെയ്തിട്ടുണ്ട്. മെത്തഡോളജി പാർട്ട്, റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, എല്ലാ സെഗ്മെന്റിലും എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ബോൾഡും ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഏരിയ ബോൾഡ് ലെറ്റേഴ്സ് വരുന്ന ഏരിയയിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സംഭവം മനസ്സിലാവും. ഇപ്പം ഇവിടെ കണ്ടോ, ഈ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അവിടെ ദ സ്റ്റഡി എംപ്ലോയിഡ് ഉണ്ടോ, അവിടെ ഒരു ബോൾഡ് ഇട്ടിട്ടുണ്ട്. അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ പാർട്ടിസിപ്പൻസിനെ എങ്ങനെയാണ് അസൈൻ ചെയ്ത് റാൻഡംലി അസൈഡ് ബോൾഡ് ആക്കിയിട്ടുണ്ട്.
ദ ഡിസൈൻ വാസ് ചൂസൺ. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ മെത്തഡോളജി പാർട്ടിൽ എങ്ങനെയാണ് വേർഡ്സ് സെന്റൻസസ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവും. അല്ലാതെ നമ്മൾ പേപ്പർ എഴുതാനിരുന്നാൽ അവിടെ നിങ്ങൾ സ്ട്രക്ക് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, സാധാരണ നമ്മൾ ഒരു പുതിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ റിവ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് ആയിരിക്കും തുടക്കത്തിൽ പറ്റുന്നത്. നിങ്ങൾക്ക് ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം കേട്ടോ, വിത്തിൻ 3 months. അത് റിവ്യൂസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫുൾ ലെങ്ത് റിസർച്ച് ആർട്ടിക്കിളോ എന്ത് വേണോ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ റിവ്യൂസ് കൂടുതൽ ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ റിവ്യൂസിനെ പറ്റി എലാബറേറ്റ് ചെയ്തിട്ട് ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ടൈപ്സ് ഓഫ് റിവ്യൂസ്, തീമാറ്റിക്കോ അല്ലെങ്കിൽ ദെൻ സിസ്റ്റമാറ്റിക്, മെറ്റാ അനാലിസിസ്, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുടെ കമ്പോണന്റ് പാർട്സ് എന്താന്നുള്ളത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നെ സാമ്പിൾ സിമുലേറ്റ് ചെയ്തിട്ടുള്ള തീമാറ്റിക് റിവ്യൂ, ദെൻ സിസ്റ്റമാറ്റിക് റിവ്യൂ, മെറ്റാ അനാലിസിസ്, സ്കോപ്പിംഗ് റിവ്യൂ, ദെൻ മെത്തഡോളജീസ് റിവ്യൂ, ദെൻ ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സംഭവങ്ങളുടെയും സിമുലേറ്റഡ് സംഭവം ഞാൻ ഈ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ട്, അപ്പൊ ഇതും കൂടെ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഈ മെറ്റീരിയലിൽ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് തന്നെ വരിക. പിന്നെ ലാസ്റ്റ് ഒരു സാമ്പിൾ റിസർച്ച് പേപ്പർ, ഫുൾ ലെങ്ത് റിസർച്ച് പേപ്പർ സിമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂസ് ഓഫ് ChatGPT ഫാക്കൽറ്റി മെമ്മോ. അതിൽ ഈ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ട് എല്ലാം കൃത്യമായി നേരത്തെ ട്യൂട്ടോറിയലിൽ പറയുന്നത് പോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് എന്താണ് ഡിഫറെന്റ് സെക്ഷൻസ്, ഒരു 11 പേജുള്ള ഒരു ഫുൾ ലെങ്ത് അനാലിസിസ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നിൽ ഞാൻ റെഫറൻസ് ആഡ് ചെയ്തിട്ടില്ല, കാര്യം റെഫറൻസ് മാനേജ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് റെഫറൻസസ് ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി മെറ്റീരിയൽസിനെ പറ്റി എനിക്കൊരു ഇൻട്രോ തരാനുള്ളത്. ഇനി നമുക്ക് ടൂൾസുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ട ടൂൾസ് ഉപയോഗിക്കുമ്പോൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാലൂസിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടൊരു ധാരണ വേണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾക്ക് പണി കിട്ടും. ഞാൻ ഇന്ന് വായിച്ച ഒരു റിട്രാക്ഷൻ വാച്ചിലെ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് സെഷന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഇന്ന് വായിച്ച വാർത്ത. നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. ഈ സ്പ്രിംഗർ നേച്ചർ ഈ അടുത്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു, മാസ്റ്ററിങ് മെഷീൻ ലേണിംഗ് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ്ഡ്. ഒരു ഇന്ത്യൻ ഓതർ ആണ് ഇത് ചെയ്തിരുന്നത്. ഇത് റിട്രാക്ട് ചെയ്തു എന്നാണ് എൻ്റെ വാർത്ത വന്നത്. കഴിഞ്ഞ ആഴ്ച ഇതിനെ റിട്രാക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്തയാണ്. ഇനി എൻ്റെ ലിങ്ക് എവിടെയുണ്ട്, ഞാനത് പിന്നീട് തരാം. ഇതിലെ പല ആർട്ടിക്കിളുകളിലും ഫേക്ക് ആയിട്ടുള്ള റെഫറൻസസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് റിട്രാക്ഷൻ വാച്ചിൽ ചർച്ച വന്നിരുന്നു. അപ്പോൾ സ്പ്രിംഗർ നേച്ചർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അപ്പൊ ശരിയാന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റിട്രാക്ട് ചെയ്തു. ദ മൂവ് കംസ് 2 weeks ആഫ്റ്റർ വി റിപ്പോർട്ടഡ് ഓൺ ബുക്സ് ഫേക്ക് റെഫറൻസസ്. നമുക്ക് ആ ലിങ്ക് എടുത്ത് നോക്കാം. $169 ഈ ബുക്കിന്റെ വില. ഒരു റീഡർ ഈ ബുക്ക് വായിച്ചിട്ട് പറഞ്ഞു അവര് എന്താണ് 46 സൈറ്റേഷൻ ഏതോ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അതിൽ 18 എണ്ണം നോക്കിയപ്പോൾ they did not exist or had substantial errors. അതായത് AI ടൂൾസ് ഉപയോഗിക്കുമ്പോഴാണ് ഈ സൈറ്റേഷനിൽ ഇത്തരം എറേഴ്സ് വരുന്നത്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ പേപ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതേപോലെ റിട്രാക്ഷൻ അടിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഹാലൂസിനേഷനെ പറ്റി കൃത്യമായി ബോധം നമുക്കുണ്ടായിരിക്കണം. എന്താണ് ഈ ഹാലൂസിനേഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാനൊന്ന്. ഇത് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇത് 2023 ഒരു മക്വാരി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ChatGPTയുടെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ്. പുള്ളി ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ആൻസർ ജനറേറ്റ് ചെയ്തു. ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ഡിസൈൻ മോഡൽസിനെ പറ്റിയാണ് പുള്ളി പ്രോംപ്റ്റ് ചെയ്തത്. സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പ്രോംപ്റ്റ് ചെയ്തത്, സ്മാർട്ട് ആയിട്ടാണ് പ്രോംപ്റ്റ് ചെയ്തത്. ഔട്ട്പുട്ടൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ഓരോ സംഭവങ്ങളെ പറ്റിയുള്ള ലേണിംഗ് ഡിസൈൻ മോഡൽ, അതിന്റെ സമ്മറി കിട്ടി, പ്ലസ് ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ ഒക്കെ കിട്ടി. എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നും. ബട്ട് ഇതിൽ നോക്കിയേ 5 out of 6 റെഫറൻസസ് വർ ഫേക്ക് എന്നുള്ളതാണ്.
ഫ്രീ വെർഷൻ ഓഫ് ChatGPT ഉപയോഗിച്ചപ്പോഴാണ് ഈ റെഫറൻസസ് ഫേക്ക് ആയിട്ട് വന്നത്. ഇൻഫർമേഷൻ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, ബട്ട് റെഫറൻസസ് ഫേക്ക് ആയിട്ട് വന്നു. ഇതിന്റെ ഒരു ഫോളോ അപ്പ് സ്റ്റഡി നേച്ചറിൽ വേറെ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തത് 636 ബിബ്ലിയോഗ്രാഫിക് സൈറ്റേഷൻസിന്റെ ഒരു സ്റ്റഡിയാണ് നടത്തിയത്. ഫ്രീ വെർഷൻ ആൻഡ് പെയ്ഡ് വെർഷൻ ഓഫ് ChatGPT ഉപയോഗിച്ചാണ് അത് ചെയ്തത്. അതിൽ നോക്കിയേ, ഫ്രീ വെർഷൻ ഉപയോഗിച്ചപ്പോൾ 55% ഫാബ്രിക്കേറ്റഡ് റെഫറൻസസ് വന്നു, സൈറ്റേഷൻസ് വന്നു. പെയ്ഡ് വെർഷൻ ഉപയോഗിച്ചപ്പോൾ 18% ഫാബ്രിക്കേറ്റഡ് റെഫറൻസ് വന്നു. അതുകൊണ്ട് ChatGPT ഉപയോഗിക്കുമ്പോൾ ഫ്രീ വെർഷൻ, പ്രത്യേകിച്ച് ആർക്കും പെയ്ഡ് വെർഷൻ ഇല്ലാത്തതുകൊണ്ട് ഫ്രീ വെർഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതിന്റെ സോഴ്സും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ അത് നിങ്ങളുടെ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ കിട്ടണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാറ്റാബേസുകളോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. സൈസ്പേസിന്റെ ഞാൻ കഴിഞ്ഞ തവണ ജസ്റ്റ് മെൻഷൻ ചെയ്തത്, സൈസ്പേസിലൊക്കെ അതിന്റെ ബാക്ക് എൻഡിലുള്ള ഡാറ്റാബേസിൽ നിന്നാണ് ഔട്ട്പുട്ട് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഔട്ട്ലെറ്റ്സുകളിൽ നിന്ന് ഡാറ്റ എടുക്കണം. അങ്ങനെയുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് സൈൻ ആപ്സ് അല്ല, സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, site.ai. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ട്രയൽ അക്കൗണ്ട് എടുക്കുക. ട്രയൽ അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ട്രയൽ അക്കൗണ്ട് ഫ്രീ ആയിട്ട് 1 വീക്ക് കിട്ടും. ഇതിൽ സൈറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സൈറ്റ് അസിസ്റ്റന്റ്. ഇതിൽ നിന്ന് കിട്ടുന്ന റെഫറൻസസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആൾമോസ്റ്റ് ഹാലൂസിനേഷനിൽ നിന്ന് ഒഴിവായ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന് $4 പെർ മന്ത് എങ്ങാണ്ടേ ഉള്ളൂ. ബട്ട് 1 വീക്ക് നമുക്ക് ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ഇതൊന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ലെറ്റ് അസിസ്റ്റന്റ് ഡിസൈഡ് എന്നുള്ളത് മാറ്റിയിട്ട് ആൾവേസ് യൂസ് റെഫറൻസസ് എന്നുള്ള സെലക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആൾവേസ് യൂസ് റെഫറൻസസ് എന്ന് പറയുന്ന ആ സംഭവം സെലക്ട് ചെയ്യുക. എവിഡൻസ് സോഴ്സ് ബോത്ത് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യുക. റേഞ്ച് ഇപ്പോൾ 2025 ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ 2020 മുതൽ 25 വരെ റെഫറൻസസ് കിട്ടിയാൽ മതിയെങ്കിൽ അത് വെക്കുക. സ്റ്റൈല്, സൈറ്റേഷൻ സ്റ്റൈല് സെലക്ട് ചെയ്യാം. പബ്ലിക്കേഷൻ ടു കൺസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 100 വരെ ആക്കാം. 25 ആണ് ഡിഫോൾട്ട് കിടക്കുന്നത്. റെലവൻസ് ഇതിൽ പലതും കിടപ്പുണ്ട്. എന്താണ് സപ്പോർട്ടിങ് സൈറ്റേഷൻ, കോൺട്രാസ്റ്റിംഗ് സൈറ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് പറയുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈറ്റേഷൻസിനെ കൂടുതൽ ലിസ്റ്റ് ചെയ്യും. കോൺട്രാസ്റ്റിംഗ് സെലക്ട് ചെയ്താൽ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സൈറ്റേഷൻസ് ലിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട്. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതാണ് site.ai ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചോദിച്ചാലും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ദ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് മെന്റൽ ഹെൽത്ത് അത് റൺ ചെയ്താൽ അതൊരു സെർച്ച് ക്വറി ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഏതൊക്കെ ക്വറീസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒരു മെഷീൻ ബുദ്ധി വെച്ചിട്ട് ഇതുണ്ടോ സെർച്ചസ് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫോൾട്ട് 25 റിസൾട്ട് പബ്ലിക്കേഷൻ കൺസൾട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ബാക്ക് എൻഡിലുള്ള ടോപ്പ് പബ്ലിക്കേഷൻസ് അത് ലിസ്റ്റ് ചെയ്തിട്ട് അത് കൺസൾട്ട് ചെയ്യും. അത് കൺസൾട്ട് ചെയ്തിട്ട് അത് കണ്ടന്റ് അനാലിസിസ് നടത്തിയിട്ട് ഫാക്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എന്നിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നു. ഔട്ട്പുട്ട് ഒന്ന് വന്നോട്ടെ. ഉണ്ടോ, അത് നമുക്ക് കിട്ടി. അതിലെല്ലാം ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസ് ഉണ്ട്. അത് ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ സോഴ്സിലേക്ക് പോകാനുള്ള ലിങ്ക്, ക്ലിക്കബിൾ ലിങ്ക് നമുക്ക് തരും. വ്യൂ PDF-ഉം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹാലൂസിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇപ്പൊ നിങ്ങൾ സസ്റ്റൈനബിൾ ഫിനാൻസിനെ പറ്റിയാണ് പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങളൊരു ഒരു ഒപ്പീനിയൻ പീസ് എഴുതാൻ പോവാണ് സസ്റ്റൈനബിൾ ഫിനാൻസിനെ പറ്റി. അപ്പോൾ ഇതിൽ സസ്റ്റൈനബിൾ ഫിനാൻസ് പ്ലസ് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കീവേഡ് കൊടുക്കുക. ഔട്ട്പുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ കിട്ടും. ഇത് ആ റെഫറൻസസും കൂടി ഫർദർ പോയി സെർച്ച് ചെയ്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായുള്ള ഇൻപുട്സ് കൂടെ ഇട്ടാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ site.ai നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പോൾ ChatGPT ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ആ റിസർച്ച് പ്രിവ്യൂ മോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞ ആ മോഡുണ്ട്. ആ മോഡ് നിങ്ങൾ ഉപയോഗിക്കുക. GPT 4.5 റിസർച്ച് പ്രിവ്യൂ മോഡിൽ ഉപയോഗിക്കുക. പെർപ്ലെക്സിറ്റി ഞാൻ പറഞ്ഞില്ല, എയർടെൽ കണക്ഷൻ ഉള്ളവർക്ക് ഫ്രീ ആന്ന് പറഞ്ഞു. അല്ലാത്തവർക്കും നമുക്ക് ആ റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യത്തെ ജനറൽ ആയിട്ടുള്ള സെർച്ചിന് വേണ്ടി ഉപയോഗിക്കാനാണ്. രണ്ടാമത്തത് ഈ സംഭവം ഞാൻ ഇപ്പൊ കഴ്സർ വയ്ക്കുന്നത് അത് നിങ്ങൾക്ക്
കുറച്ച് ക്വറീസ് ചോദിക്കാൻ പറ്റുന്നതാണ്. പെർപ്ലക്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി വിക്കിപീഡിയ ബേസ് ചെയ്തിട്ടുള്ള പ്രൈമറി വിക്കിപീഡിയ ബേസ് ചെയ്തൊരു ടൂളാണ്. അപ്പോൾ വിക്കിപീഡിയയിലെ നെഗറ്റീവ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. അതുമല്ല ഇത് സോഴ്സസ് ലിസ്റ്റ് ചെയ്ത് തരും. ആ സോഴ്സസ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനും പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം ഇതാണ്, നമ്മുടെ ആ ഇൻട്രോ പാർട്ട് ദെൻ ലിറ്ററേച്ചർ റിവ്യൂ പാർട്ടിലൊക്കെ കണ്ടന്റ് ഒരു കാരണവശാലും ടൂളിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. നമുക്ക് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനും സ്റ്റേറ്റ്മെന്റ് എഴുതി തരാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഈ ടൂൾ ഉപയോഗിക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടും എഴുതാം, പക്ഷേ റെഫറൻസസ് ഇൻക്ലൂഷൻ ഒരിക്കലും ടൂളിനെ കൊണ്ട് ചെയ്യരുത്. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ ഇപ്പൊ എന്താണ് സസ്റ്റൈനബിൾ ഫിനാൻസിനെ പറ്റിയുള്ള ഒരു പേപ്പർ ആണെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എഴുതണമെങ്കിൽ ChatGPT-യോ ക്ലോഡോ പെർപ്ലക്സിറ്റിയോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പോകരുത്. മറിച്ച് site.ai വന്നോ, അവിടെ വന്നിട്ട് സസ്റ്റൈനബിൾ ഫിനാൻസ് എന്ന കീവേഡ് കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പ്രോംപ്റ്റ് ചെയ്യുക, ഐ നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ ടു റൈറ്റ് എ റിസർച്ച് ആർട്ടിക്കിൾ ഓൺ സസ്റ്റൈനബിൾ ഫിനാൻസ്, റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അത് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഇന്ത്യ സ്പെസിഫിക്കും അല്ലെങ്കിൽ കേരള സ്പെസിഫിക്കും ആയിട്ട് ട്വീക്ക് ചെയ്ത് വേണമെങ്കിൽ ആ രീതിക്ക് പറഞ്ഞാലും ആ ഇൻട്രോ പാർട്ട് നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുന്ന സാധനത്തിനെ നിങ്ങൾ ആ റെഫറൻസസ് ഇതിൽ ക്ലിക്കബിൾ ആണ്. അപ്പോൾ അവിടെ പോയി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശരിയാണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അത്രയെങ്കിലും ചെയ്യുക. കാര്യം നമ്മൾ പോയി സെർച്ച് ചെയ്ത് അത് വായിച്ചിട്ട് സ്വന്തം വാക്കുകളിൽ എഴുതുക എന്നുള്ളതാണ് കൺവെൻഷണൽ മോഡ്. അത് ഒഴിവാക്കി തരികയാണ് ടൂൾ. അപ്പോൾ നമ്മൾ അത് തരുന്ന ഔട്ട്പുട്ടെങ്കിലും 100% പെർഫെക്റ്റ് ആണോ എന്നുള്ള ക്രോസ് ചെക്കിങ് വെക്കുകയാണെങ്കിൽ നമ്മളൊരു സന്മനസ് കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ചെയ്യാനുള്ളത് ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഞാൻ നേരത്തെ കാണിച്ച മെറ്റീരിയൽ നിങ്ങൾ തുറന്നു നോക്കണം. ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതി കഴിഞ്ഞുവെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതി കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്ന ആ സംഭവം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഇതിൽ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടോ ഇല്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് ബാക്ക്ഗ്രൗണ്ട്, പ്രോബ്ലം, പർപ്പസ്, ഓവർവ്യൂ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് കണ്ടോ, ആ എക്സാമ്പിളും കൊടുത്തു. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ ചെയ്യാനുള്ളത് ഈ വേർഡ് ഫയലിനെ വേണമെങ്കിൽ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സംഭവങ്ങൾ മാത്രം അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഐ നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദിസ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് സ്കെലിറ്റൻ എന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ ഈ മെറ്റീരിയലിൽ ഇട്ടിരിക്കുന്നത് പോലെ ഇൻട്രൊഡക്ഷൻ റീറൈറ്റ് ചെയ്ത് തരും. അതാണ് ചെയ്യേണ്ടത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ടൂൾ വെച്ചിട്ട് ഇപ്പോൾ site.ai സസ്റ്റൈനബിൾ ഫിനാൻസിനെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കതിൽ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസും കിട്ടുന്നു. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു എൻ്റെ സോഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യം, ഓതർ നെയിമും ഇയറും ടൈറ്റിലും ഒക്കെ ശരിയാണെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു. പറയുന്ന കാര്യങ്ങളുടെ ഒരു അബ്സ്ട്രാക്ട് ഒന്ന് ഓടിച്ചു നോക്കിയാൽ അത് തന്നെയാണോ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എങ്കിൽ അവിടെ നമ്മുടെ സംഭവം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ മെറ്റീരിയലിലേക്ക് തിരിച്ചു പോവുക. മെറ്റീരിയലിൽ ചോദിച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതി തന്നെയാണോ ഈ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫ്രെയിംവർക്കാണ്, അല്ലാതെ അതിലെ കണ്ടന്റ് അല്ല. ഫ്രെയിംവർക്ക് അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റാറ്റിഫൈ ചെയ്ത് മുന്നോട്ട്. ഇങ്ങനെ ഓരോ സെക്ഷനും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ സെക്ഷനും ചെയ്തിട്ട് ഇതിന്റെ സ്കെലിറ്റനുമായിട്ട് ടാലി ആവുന്ന നോക്കുക. ജസ്റ്റ് ഇതിലെ ഫ്രെയിംവർക്ക് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേർഡ് ഫയൽ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഈ രീതിക്ക് റീറൈറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. പെയ്ഡ് വെർഷൻ ഉപയോഗിച്ചാലുള്ള ഗുണം ഇതാണ്, ഈ വേർഡ് ഫയലൊക്കെ അതേപോലെ നമുക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫ്രീ വെർഷൻ ആകുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല, കുറെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഡൗൺ ആവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പെയ്ഡ് വെർഷൻ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇപ്പൊ ജെമിനി അഡ്വാൻസ്ഡ് ഒക്കെ യൂസ് ചെയ്താൽ എല്ലാ സംഭവവും നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ site.ai നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് സ്കോളർസി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഇതൊരു സമ്മറൈസിങ് ടൂളാണ്. സ്കോളർസി PDF സമ്മറൈസർ ആണ് ഇത്. ബേസിക്കലി ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സിസ്റ്റമാറ്റിക് റിവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറെ ഒരു 10-100 പേപ്പർ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം ജസ്റ്റ് കാണിച്ചു തരാം. പേജ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതാണ് സ്കോളർസിയുടെ ബാക്ക് എൻഡ്.
ഇതിൽ എങ്ങനെയാണ് സമ്മറീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, ഇത് ഞാൻ പരിചയപ്പെടുത്താൻ കാര്യം, ഞാൻ സ്കോളർസി ഉപയോഗിച്ചിട്ടുണ്ട്, സമ്മറി ഉപയോഗിച്ചിട്ടുണ്ട്, ചാറ്റ് PDF ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ ടൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്കോളർസിയാണ് എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത്. ബട്ട് എൻ്റെ ഫിസിക്സിലെ കൊളീഗ്സ് ഒക്കെ സമ്മറിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം സയൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും ഒക്കെ വരുമ്പോൾ സമ്മറി കുറച്ചുകൂടി എറർ ഇല്ലാതെ ഔട്ട്പുട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പേര് കുറിച്ച് വെക്കുക എന്നുള്ളതാണ് സമ്മറി. പിന്നെ ചാറ്റ് PDF ഉണ്ട്. ചാറ്റ് PDF ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റെൻഡഡ് അബ്സ്ട്രാക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാറ്റ് PDF ഉപയോഗിക്കുന്നതാണ്. ഏത് PDFസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ സമ്മറീസ്, അത് സമ്മറി ആണോ, പാരാഫ്രൈസ് ആണോ, എക്സ്റ്റെൻഡ് അബ്സ്ട്രാക്ട് ആണോ, എല്ലാ സാധനവും ഇത് ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഇപ്പോൾ സ്കോളർസി എടുത്താൽ നിങ്ങളതിലൊരു 100 PDF കയ്യിലുണ്ടെങ്കിൽ ബാച്ച് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം, 2 ബാച്ചായിട്ട് അപ്ലോഡ് ചെയ്യാം, 50 വെച്ചിട്ടുള്ള. അപ്പോൾ സമയം ഒരുപാട് ലാഭിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ബാച്ച് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പെയ്ഡ് വെർഷൻ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നാൽ, ഇപ്പോൾ ആദ്യം ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക, SD കോളേജ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് PDFs കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ അങ്ങനെ ഏതോ ആയിട്ട് ബന്ധപ്പെട്ട കുറേ പേപ്പറാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു പേപ്പർ സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് സമ്മറൈസ് ചെയ്യാണ്. നമ്മൾ ഈ അക്കാഡമിക് ഡോക്യുമെന്റേഷനിലെ പ്രൈമറി കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളത് വായിച്ചിട്ട് നമ്മളത് സമ്മറി ആയിട്ട് എഴുതണം, അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കണം, ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ കൊടുക്കണം, റെഫറൻസ് ലിസ്റ്റ് ആഡ് ചെയ്യണം, എന്നിട്ട് എല്ലാം സ്വന്തം വാക്കുകളിലാകണം എന്നുള്ളതാണ് സ്റ്റൈൽ മാനുവൽ പറയുന്നത്. അതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഈ സ്കോളർസി. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്, പേപ്പർ അപ്ലോഡ് ചെയ്ത് കൊടുത്തു, നമ്മൾ വായിക്കുന്നതിന് പകരം ഈ ടൂൾ ഈ പേപ്പർ A to Z വായിക്കുകയാണ്, ഓരോ സെക്ഷനും വായിക്കുകയാണ്, ഓരോ സെക്ഷൻ്റെ എസൻസ് ക്യാപ്ചർ ചെയ്യുകയാണ്. അത് ക്യാപ്ചർ ചെയ്തിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്, നമ്മൾ നോട്ട് ടേക്കിംഗ് പ്രോസസ്സാണ് കൺവെൻഷണൽ രീതി ചെയ്യുന്നത്. നമ്മൾ മാനുവലായിട്ട് ആ അബ്സ്ട്രാക്ട് വായിച്ചിട്ട് മെയിൻ പോയിന്റ്സ് ലിസ്റ്റ് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് മെയിൻ പോയിന്റ് ലിസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ പാർട്ടും ലിസ്റ്റ് ചെയ്ത് പോകുന്നു. അത് തന്നെയാണ് ഇത് ചെയ്തത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആ സ്റ്റഡിയുടെ ഒരു സ്നാപ്ഷോട്ട്, കീ ഫൈൻഡിങ്സ് 1, 2, 3 അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ്, റിസൾട്ട്സ്, കൺക്ലൂഷൻ, കീ കൺസെപ്റ്റ് എന്തൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് അതിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആൻസർ തരും. അനാലിസിസ് അത് തരും. റിസർച്ച് കമ്പാരിസൺ ഇത് തരും. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് ഈ കറന്റ് സ്റ്റഡി എങ്ങനെയാണ് പ്രീവിയസ് സ്റ്റഡീസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, പ്രീവിയസ് സ്റ്റഡി എങ്ങനെയാണ് കറന്റ് സ്റ്റഡി കൺഫേം ചെയ്തിരിക്കുന്നത്, ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ കറന്റ് സ്റ്റഡി, ഈ സംഭവങ്ങളൊക്കെ കിട്ടും. വേറെ ടൂൾസിലൊന്നും ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പേപ്പറിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് ഒരു സംഭവം നമ്മൾക്ക് കിട്ടും. ഇനി ചെയ്യാനുള്ളത് ഇവിടെ ഇത് വേർഡ് ഫയലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. വേർഡായിട്ട് എന്തായിട്ടും എക്സ്പോർട്ട് ചെയ്യാം, വേർഡായിട്ട് എക്സ്പോർട്ട് ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേപ്പർ അതിൻ്റെ കണ്ടന്റ് വേർഡായിട്ട് എക്സ്പോർട്ട്, അപ്പോൾ ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ 50 എണ്ണം നമുക്ക് ഇങ്ങനെ വേർഡ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വായനയുടെ സമയം ഒരുപാട് കുറയ്ക്കാം. മാനുവലായിട്ട് വായിച്ചാലും കിട്ടാത്ത പോയിന്റ്സ് എല്ലാം ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും മാനുവലായിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ആ 50 ക്രിട്ടിക്കൽ റിവ്യൂ നമുക്ക് കിട്ടിയാലുള്ള ഗുണം എന്താണ്, ജെമിനിയിൽ എങ്ങാനും അത് അപ്ലോഡ് ചെയ്തിട്ട് എല്ലാത്തിനെയും തീം ലോജിക്കലി കണക്ട് ചെയ്യുക, തീം ബേസ് ചെയ്ത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മേജർ പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പ്രോംപ്റ്റ് കൊടുത്താൽ നമ്മൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ സ്കോളർസി നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ഒന്ന് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരാം. അതിന് ട്രയൽ ഉണ്ട്. ട്രയൽ പറ്റുമെങ്കിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സൈറ്റ്, സ്കോളർസി, പിന്നെ ചാറ്റ് GPT, പെർപ്ലക്സിറ്റി, ജെമിനിയും നിങ്ങളൊന്ന് അക്കൗണ്ട് എടുത്തിട്ട് വരിക. ജെമിനി ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഗൂഗിൾ പറ്റിച്ചതാണോ എന്നറിയില്ല. കുറേ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് പറ്റുന്നില്ല. എന്നാലും അത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 month ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, പൈസ പോവില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഒന്ന് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് നല്ല ക്രെഡിറ്റ് കാർഡ് നമ്പർ കടം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെമിനി ഉപയോഗിച്ചാലുള്ള ഗുണം 2, അനാലിസിസ്, ഡാറ്റ അനാലിസിസിന് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ബൾക്ക് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റിവ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ജെമിനി സഹായിക്കും. ഞാൻ കഴിഞ്ഞ തവണ ബുക്ക് ആഡം സ്മിത്തിന്റെ ബുക്ക് റിവ്യൂ പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തന്നിരുന്നോ ജെമിനി അഡ്വാൻസ്ഡ് ഉപയോഗിച്ച്? ഇല്ല സാറേ. ഓക്കെ,
അപ്പൊ ഇപ്പൊ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഒരു ബുക്ക് കിടപ്പുണ്ട്. ഇപ്പൊ നമുക്കൊരു ബുക്ക് റിവ്യൂ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ബേസ് ചെയ്ത പുസ്തകങ്ങളുണ്ട്, അവർക്ക് ക്ലാസ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതിപ്പോ ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് ആണ്. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് 1281 പേജ്. ഇത് ചാറ്റ് ജി പി ടിയിലോ ക്ലോഡിലോ പെർപ്ലക്സിറ്റിയിലോ ഒന്ന് അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ആവില്ല, ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് എൻ നമ്പർ ഓഫ് പേജസ്, മോർ ദാൻ 1000 പേജസ്. ജെമിനി എന്താണ് ഇത് സംഭവിക്കും, ജെമിനി വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. അപ്ലോഡ് ഫയൽസ് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ പോയി ആഡം സ്മിത്ത് ആ ബുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഇത് അറ്റാച്ച് ആവും, അതാണ് അതിന്റെ പ്രത്യേകത. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ പ്രോംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ അടുത്ത് പറയാം, ഐ നീഡ് എ ബുക്ക് ഇൻ ഡെപ്ത് ബുക്ക് റിവ്യൂ, chapter wise, take quotes from each chapter, provide the page number from which you are taking the quote. ഇങ്ങനെ നമ്മൾ കൊടുക്കുക. എന്താണ്, ഒരു ഇന്റർനാഷണൽ ജേർണലിലേക്ക് അയച്ചു കൊടുക്കാനാണ്, അല്ലെങ്കിൽ ക്ലാസ് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്, അല്ലെങ്കിൽ തീസിസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ആ രീതി, ആ ടോൺ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എനിവേ ഞാനത് റൺ ചെയ്യുകയാണ്. അപ്പൊ അത് വായിച്ച് നോക്കിയിട്ട് അതിന്റെ ബാക്കെൻഡിൽ ആൾറെഡി ഈ പുസ്തകം ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പ്രോംപ്റ്റ് ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടും. ബട്ട് നമ്മൾ കണ്ടന്റ് കൊടുത്ത് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ പ്രൈമറിലി അത് നമ്മൾ കൊടുക്കുന്ന ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ബാക്കെൻഡിലേക്ക് സാധാരണ ഇതിൽ പോകാറ്. ഇപ്പൊ ബുക്ക് നമ്പർ 1 അതിനെക്കുറിച്ചുള്ള സംഭവം വന്നു, ചാപ്റ്റർ 1 ഓഫ് ദ ഡിവിഷൻ ഓഫ് ലേബർ അതിനെ പറ്റി വന്നു, അതിന്റെ കണ്ടന്റ് വന്നു, ചാപ്റ്റർ 2നെ പറ്റി വന്നു, 3നെ പറ്റി വന്നു. ഉണ്ടോ, മുഴുവൻ കാര്യങ്ങളും അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നു. ഇത്രയും ലെങ്തി ആയിട്ടുള്ള സംഭവം ചാറ്റ് ജി പി ടിയിലും ക്ലോഡിലും ഒന്നും കിട്ടില്ല. ഇത് കണ്ടത് സ്റ്റിൽ ഓൺ ഗോയിങ്. അപ്പൊ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ കണ്ടന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ പറ്റും. ഞാൻ നേരത്തെ ചെയ്തിട്ടത് ഞാൻ എടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിച്ചിട്ട് അതിൽ വേറെ പ്രോംപ്റ്റാണ് കൊടുത്തത്. ഏറ്റവും ലാസ്റ്റ് സോഴ്സസ് ഉണ്ടാവുക, സോഴ്സസ് ക്ലിക്ക് ചെയ്താൽ എക്സാക്റ്റ് പേജ് നമ്പർ നമുക്ക് അത് കിട്ടും. ഇതിൽ ഞാൻ ആ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഇതിൽ ലിങ്കുകൾ ഉണ്ട്, പേജ് നമ്പർ 50, പേജ് നമ്പർ 77. അങ്ങനെ നമുക്ക് അത് ഈസി ആയിട്ട് എവിടെ നിന്നാണ് ഇത് പിക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏത് പേജാണ് കണ്ടോ, റൈറ്റ് സൈഡിൽ വന്നാണ്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ എക്സാക്ട് പേജ് വേണമെങ്കിൽ അതിൽ നിന്ന് മുറിച്ചെടുത്ത് റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഈ കണ്ടന്റ് മൂക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ജെമിനിയുടെ പ്രത്യേകത. ഇതിൽ ഈ ജെമിനി 2.5 Pro ആണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്യാത്തതാണ് ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന മോഡ്. ഡീപ്പ് റിസർച്ചിൽ പോയിട്ട് ഡീപ്പ് റിസർച്ച് ഞാനിപ്പോൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. പ്രൊവൈഡ് മീ സം, അല്ലെങ്കിൽ ഗിവ് മീ കറണ്ട് ട്രെൻഡ്സ് ഇൻ ബ്ലൂ ഫിനാൻസ്. അപ്പോൾ ആ ക്വറി ഞാൻ കൊടുക്കുകയാണ്. ഡീപ്പ് റിസർച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം.
കുറച്ച് സമയം എടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് വരത്തുള്ളൂ. നമ്മുടെ ഉണ്ടോ, ഐ ഹാവ് പുട്ട് ടുഗദർ റിസർച്ച് പ്ലാൻ, ഇഫ് യു നീഡ് ടു അപ്ഡേറ്റ് ഇറ്റ് എനിവേ ലെറ്റ് മീ നോ. ബ്ലൂ ഫിനാൻസ് ട്രെൻഡ് അനാലിസിസ്. അപ്പോൾ ആദ്യം അത് അതിൻ്റെ പ്ലാൻ അത് പറഞ്ഞു തരും. ബ്ലൂ ഫിനാൻസും പിന്നെ കണക്ഷൻ വിത്ത് ബ്ലൂ എക്കോണമി, ഔട്ട്ലൈനിങ് കോർ പ്രിൻസിപ്പിൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, പിന്നെ സെർച്ച് ഫോർ റീസൺസ് റിപ്പോർട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഡീറ്റെയിൽ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ബീങ് യൂസ്ഡ്, അനലൈസ് റോൾ ഓഫ് കീ ആക്ടേഴ്സ്, അത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ അത് പറഞ്ഞുതരും. ഇത് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഉണ്ട്. ഇവിടെ എഡിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ പോരാ, ഇങ്ങനെ വേണം, നമ്മുടെ ലൈൻ ഓഫ് തോട്ട് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് അനലൈസ് റിസൾട്ട്, ക്രിയേറ്റ് റിപ്പോർട്ട്, റെഡി വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. ഇതാണ് അത് പറയുന്നത്. സ്റ്റാർട്ട് റിസർച്ച് കൊടുക്കുക. സോ അതിന്റെ അന്വേഷണം തുടങ്ങി. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ബ്ലൂ ഫിനാൻസ്, റിസർച്ച് അപ്രോച്ച്, നെക്സ്റ്റ് സ്റ്റെപ്സ് അത് റൺ ചെയ്യാനും, റിസർച്ചിങ് വെബ്സൈറ്റ്സ് ഉണ്ടോ, അത് സാധാരണ സെർച്ച് ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഇറങ്ങി അങ്ങ് സെർച്ച് ചെയ്യാണ്. വെബ് പേജസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നു. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാമോ? ഇത് കണ്ടോ, ഇതിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഞാൻ ഇപ്പൊ കഴ്സർ വെച്ചേക്കുന്ന സ്ഥലം കണ്ടോ, ഒരു 10% പോലും ആയിട്ടില്ല. ഇറ്റ്സ് സ്റ്റിൽ ഓൺ ഗോയിങ്. നമ്മൾ സാധാരണഗതിയിൽ ആ മെത്തഡോളജി ഫോളോ ചെയ്ത് ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ അത് ഓരോ സോഴ്സുകളിൽ പോയി കണ്ടന്റ് എടുത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു വരിക. ഇത് ജെമിനി അഡ്വാൻസ്ഡില് ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന മോഡാണ്. ചിലപ്പോൾ ഇത് 10-20 മിനിറ്റ് എടുക്കും. എന്തായാലും നമ്മൾ അത്രത്തോളം പോകുന്നില്ല. ഞാൻ ജസ്റ്റ് അത് കുറച്ചുകൂടെ ഒന്ന് ഇതിന്റെ ഫോളോ അപ്പ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു 10-30 പേജുള്ള ട്രെൻഡ്സ് ഇൻ ബ്ലൂ ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു കിടിലം സാധനം കിട്ടും വിത്ത് റെഫറൻസസ്. ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ ഒരു 99%ഉം കറക്റ്റ് റെഫറൻസസ് ആണ്. ബട്ട് സ്റ്റിൽ എ ചാൻസ് ഓഫ് ഹാലൂസിനേഷൻ AI ടൂൾ ആയതുകൊണ്ട് അത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇത് കണ്ടോ, ഇതിലിപ്പോൾ എന്താ പകുതി പോലും ആയിട്ടില്ല. അപ്പോൾ ഇനിയും സമയം എടുക്കും ഇത്. പക്ഷെ കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഏരിയയിലൊക്കെയാണ് ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ടൂൾസിൽ നിന്ന് AI ടൂൾസ് നമ്മളെ ഒരു ലേൺഡ് കമ്പാനിയനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. ഈ സംഭവം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡാറ്റ അനാലിസിസ് നടത്താം. ഇപ്പൊ ഈ ഗൂഗിൾ ജെമിനി വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് ഒരു ട്യൂട്ടോറിയൽ കിട്ടും. എന്താണ് ഗ്ലോബൽ ക്ലൈമറ്റ് ഡാറ്റ അനാലിസിസ് യൂസിങ് ജെമിനി അഡ്വാൻസ്ഡ്. ഇത് കിടക്കുന്നു. ഈ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് ലിയോൺ നിക്കോൾസ് ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ഡാറ്റ ഓവർ ദ ഇയേഴ്സ് അനാലിസിസ് നടത്തിയിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കുക. ഞാൻ പറഞ്ഞില്ല നാളെ തന്നെ വേണമെന്നില്ല. നിങ്ങൾ അനാലിസിസ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇതിൽ ആ ഡാറ്റ സെറ്റും ഉണ്ട്, പുള്ളി ഉപയോഗിച്ച പ്രോംപ്റ്റുകളും ഉണ്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് AI ടൂൾ ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഈ ജെമിനിയുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് പിന്നീട് തിരിച്ചു വരാം. അപ്പോഴേക്കും ഈ ബ്ലൂ ഫിനാൻസിനെ പറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇനി ചാറ്റ് GPT തന്നെ നിങ്ങൾ കുറച്ച് കമാൻഡ് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പോ ഒന്നാമത്തെ കമാൻഡ് ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. ഒന്ന് കുറിച്ച് വെക്കുക. എന്ത് ചോദിക്കുന്നതിന് മുമ്പ് ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് എന്ന് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയുമ്പോൾ ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ റിസർച്ച് ഗൈഡൻസ്, അല്ലെങ്കിൽ ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ റൈറ്റിംഗ് റിസർച്ച് പേപ്പേഴ്സ് എന്ന് പറഞ്ഞുള്ള കമാൻഡ് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കുക. അങ്ങനെ എടുത്താൽ അത് ജനറൽ ആയിട്ട് ഔട്ട്പുട്ട് തരുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരും. പിന്നെ എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ട്യൂട്ടോറിയലിൽ നിന്ന് കുറച്ച് കാര്യം ഇത് ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ചാറ്റ് GPT കുറെ കോഡ്സ് യൂസ് ചെയ്താൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ELI5, അതായത് എക്സ്പ്ലെയിൻ ലൈക്ക് I am 5 എന്ന് പറയുന്നത് എന്ത് കണ്ടന്റ് കൊടുക്കുന്നതിന് മുന്നേ കൊടുത്താൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അത്
വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നാണ് ആ കോഡിന്റെ അർത്ഥം. 2, സമ്മറീസ് കിട്ടാൻ TLDR എന്ന് പറയുന്ന കോഡ് കൊടുക്കുക. ഇത് ഞാൻ അയച്ചു തരാം കേട്ടോ. TLDR എന്ന് പറഞ്ഞ കോഡ് ഒരു കണ്ടന്റിന്റെ ഫ്രണ്ടിൽ പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്താൽ ലോങ് ടെക്സ്റ്റുകൾ പെർഫെക്റ്റ് സമ്മറി ആയിട്ട് നമുക്ക് കിട്ടും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് സാറിനോട് നെറ്റ്വർക്കിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അമൃതാംബിക ഒന്ന് സാറിനെ വിളിക്കുവോ? സാർ പറഞ്ഞിട്ടുണ്ട് സാർ. സാറിന്റെ കണക്ഷൻ പോയതാ. ഓക്കെ ഓക്കെ. കേൾക്കാലോ അല്ലേ? കേൾക്കാം സാർ. ഞാൻ പറഞ്ഞു നിർത്തിയത് ആ ചാറ്റ് GPTയുടെ കോഡ്സ് ആണ്. ELI5 ദെൻ ഫെയിൻമാൻ ടെക്നിക്ക്. ആ കോഡ്സ് ഞാൻ അയക്കാം. ആക്ട് ആസ് എൻ എക്സ്പേർട്ട് എന്ന് പറയുന്നുള്ള അതും അയച്ചു തരാം. അത് ജെമിനിയിൽ കണ്ടു. ജെമിനിയിൽ അത് കഴിഞ്ഞിട്ടില്ല. ഇറ്റ് സ്റ്റിൽ ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന മോഡ് റൺ ചെയ്യണം. ഇതുപോലെ തന്നെ പെർപ്ലെക്സിറ്റിയുടെ റിസർച്ച് മോഡും റൺ ചെയ്യും. ആദ്യമൊക്കെ പെർപ്ലെക്സിറ്റിയുടെ റിസർച്ച് മോഡ് 3 മിനിറ്റ്സും ചാറ്റ് GPTയുടെ ഡീപ്പ് റിവ്യൂ 1/2 മണിക്കൂറും കൊണ്ടാണ് ഔട്ട്പുട്ട് തന്നിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ബട്ട് ഈ റിസർച്ച് മോഡ് ഉപയോഗിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. സാധാരണഗതിയിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഈ റിസർച്ച് മോഡിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സെഷനിൽ പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ പെയ്ഡ് വെർഷൻ ഉപയോഗിച്ച് മാത്രം ഔട്ട്പുട്ട് എടുത്ത് റിസർച്ച് റിലേറ്റഡ് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ വർക്ക് ഫ്ലോയും ഇവർ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത് എല്ലാ കാര്യങ്ങളിലും ആ രീതിക്കാണ് അത് വരുന്നത്. അപ്പോൾ ചാറ്റ് GPTയിൽ നിങ്ങൾ ഫർദർ ആയിട്ട് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഡാറ്റ പ്രൈവസീനെ കുറിച്ചാണ്. അതിൽ നിങ്ങൾ ആ സെറ്റിങ്സിൽ പോയിട്ട് എപ്പോഴും
ഡാറ്റ കൺട്രോൾസിൽ ഇംപ്രൂവ് ദ മോഡൽ ഫോർ എവരി വൺ ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എല്ലാം അതിന്റെ ട്രെയിനിങ് ഡാറ്റയിലേക്ക് പോകും. നമ്മൾ ചാറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് നമ്മുടെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഇത് ഉണ്ടാക്കി വെക്കുക. അത് ഒഴിവാക്കാനാണ് ഈ ഡാറ്റ കൺട്രോൾസ് ഇത് സെലക്ട് ചെയ്തിട്ട് ഓഫ് പൊസിഷനിലാക്കിയിടാൻ പറയുന്നത്. ഇനി ഇൻഫർമേഷൻ സെർച്ചിനും നിങ്ങൾക്ക് ChatGPT ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതിൽ കൺസെൻസസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അതൊരു AI ടൂളാണ്. കൺസെൻസസ് നിങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ ഹാലൂസിനേഷൻ ഇല്ലാതെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. പേര് കുറിച്ച് വെക്കുക. ഇതിൽ നിങ്ങൾ ഒരു ട്രയൽ അക്കൗണ്ട് എടുത്തിട്ട് വരിക. ഇത് നമുക്ക് ആർഗ്യുമെന്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ഒരു നോളജും ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള ഡൗട്ട്സ് ചോദിച്ചാൽ അതിന്റെ സബ്സ്റ്റാൻഷിയേറ്റീവ് ആയിട്ടുള്ള സയന്റിഫിക് പബ്ലിഷ്ഡ് ലിറ്ററേച്ചറിന്റെ ലിങ്ക് ഉൾപ്പെടെ നമുക്ക് കൺസെൻസസ് തരും. ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സൈസ്പേസ് ഞാൻ ഇന്നലെ പറഞ്ഞു. സൈസ്പേസ് നിങ്ങളൊരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കുക. പെയ്ഡിലാണ് ഏറ്റവും നല്ലത് സൈസ്പേസ്. അതിൽ ആ മൂന്നാമത്തെ മോഡ് എന്താണ്, ഡീപ്പ് റിവ്യൂ മോഡാണ് ഏറ്റവും നല്ലത്. 1000 മേളിലുള്ള ഡോക്യുമെന്റ്സ് സെർച്ച് ചെയ്തിട്ടാണ് ഈ ഡീപ്പ് റിവ്യൂവിൽ സൈസ്പേസ് ഔട്ട്പുട്ട് തരുന്നത്. ഇതും നിങ്ങൾക്ക് ഹാലൂസിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ്. ഈ സൈസ്പേസിന്റെ പെയ്ഡ് വെർഷൻ എടുത്താൽ അതിലൊരു ഗുണം, അതിൻ്റെ അകത്ത് തന്നെ ഈ ചാറ്റ് PDF അല്ലെങ്കിൽ സ്കോളർസി പോലുള്ള ടൂളുകൾക്ക് സിമിലർ ആയിട്ടുള്ള ചാറ്റ് PDF ഓപ്ഷൻ ഉണ്ട്. സമ്മറൈസിങ് അല്ലെങ്കിൽ AI ചെക്കിന്റെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത്ര പവർഫുൾ ഒന്നും അല്ല, എനിവേ അതുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിലുള്ളത്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ലിറ്ററേച്ചറിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെബ് ഓഫ് സയൻസും സ്കോപ്പസും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എളുപ്പ വഴി. നമ്മൾ അതിനൊരു ലോജിക്കലായിട്ടുള്ള ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രൂപ്പ് 10 പേരടങ്ങുന്ന ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഏകദേശം 2-3 ആൾക്കാർക്ക് പാർട്ടിസിപ്പൻസിലുള്ളവർക്ക് തന്നെ ഈ വെബ് ഓഫ് സയൻസ് ആക്സസ് ഉണ്ട്. എനിക്കൊരു 3 വെബ് ഓഫ് സയൻസ് ആക്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോ ഗ്രൂപ്പുകാർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വെബ് ഓഫ് സയൻസ് സെർച്ച് ചെയ്തൊന്ന് പഠിക്കണം. അതായത് ചില ആൾക്കാർ മിക്കവാറും സിസ്റ്റമാറ്റിക് റിവ്യൂ അതൊക്കെ ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുക. അപ്പോൾ ഡാറ്റ സെറ്റ് എടുക്കണം. അപ്പോൾ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഡാറ്റ സെറ്റ് വെബ് ഓഫ് സയൻസിൽ നിന്നോ സ്കോപ്പസിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത്, അതാണ് മെത്തഡോളജി. അപ്പൊ ഇത് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതിൽ കീവേഡ്സ് കൊടുക്കുക, ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വെച്ച് കീവേഡ്സ് കൊടുക്കുക, ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ബിബ്ലിയോമെട്രിക് സ്റ്റഡി അല്ല, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂ അല്ല ചെയ്യുന്നതെങ്കിലും ഇൻട്രൊഡക്ഷൻ പാർട്ടിലും പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പാർട്ടിലും ഒക്കെ നിങ്ങൾ ഈ വെബ് ഓഫ് സയൻസിൽ നിന്നോ സ്കോപ്പസിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുന്ന ഡാറ്റ സെറ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ സ്കോപ്പസ് ഞാൻ എടുക്കാം. സ്കോപ്പസ് എടുത്തിട്ട് കണ്ടോ, ആർട്ടിക്കിൾ ടൈറ്റിൽ, അബ്സ്ട്രാക്ട് കീവേഡ്സ്. ഞാനിപ്പോ അവിടെ ഇപ്പൊ ബ്ലൂ ഫിനാൻസ് എന്ന് കൊടുക്കാം. ബ്ലൂ ഫിനാൻസ് എന്നിട്ട് സെർച്ച് ചെയ്യുന്നു. അഡ്വാൻസ്ഡ് സെർച്ച് ചെയ്യാമോ? ഞാനിപ്പോൾ സിമ്പിൾ സെർച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ കുറെ ഔട്ട്പുട്ട് കിട്ടി. 468 ഡോക്യുമെന്റ്സ് കിട്ടി. അപ്പോൾ അത് ഇയർ വൈസ് ഒക്കെ നമുക്ക് തിരിച്ചു വെക്കാം. ഇപ്പോൾ സോഷ്യൽ സയൻസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട 130 ഉണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ലിമിറ്റ് ടു അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് കൊടുക്കുക. അപ്പോൾ 131 ഡോക്യുമെന്റ്സ് വന്നു. ഇതിനെ നമുക്ക് സെലക്ട് ഓൾ കൊടുക്കുക, എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് പല ഫോർമാറ്റിലുണ്ട്. ഓരോ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ സപ്പോർട്ടിങ് അത് വെച്ചെടുക്കുക. പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എടുത്താൽ സൈറ്റേഷൻ ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടും. അബ്സ്ട്രാക്ട് ആൻഡ് കീവേഡ്സ് അത്തരം തൽക്കാലത്തേക്ക് മതി. എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 131 ഡോക്യുമെന്റ്സിന്റെ അബ്സ്ട്രാക്റ്റും ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷനും നമ്മൾക്ക് സ്കോപ്പസിൽ നിന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ലിറ്ററേച്ചർ പാർട്ട്, ഇപ്പൊ ഞാൻ ക്ലൗഡ് എടുക്കാം. ക്ലൗഡ് എടുത്തിട്ട് നമ്മൾ ആൾറെഡി ബ്ലൂ ഫിനാൻസിനെ പറ്റി ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു. ദെൻ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, സ്റ്റേറ്റ്മെന്റ് എഴുതി, ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലൗഡ് ചെയ്യേണ്ടത്, ക്ലൗഡ് കാണാമല്ലോ അല്ലേ, ഇന്റർഫേസ് കാണാമല്ലോ അല്ലേ? കാണാം സർ. ഇതിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ജനറൽ പേജ് എടുക്കുന്നതിന് പകരം ഇതില് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, പ്രോജക്ട് പേജ്. അപ്പൊ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ബ്ലൂ ഫിനാൻസ് ലിറ്റ് റിവ്യൂ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കുക. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. എന്നിട്ട് പ്രോജക്ട് നോളജ് ബേസിലേക്ക് അപ്ലോഡ് ഫ്രം ഡിവൈസ്, നമ്മുടെ സ്കോപ്പസിൽ നിന്ന് കിട്ടിയ ആ
സംഭവം ഇവിടെ ഉണ്ടാവും. ഫയൽ 131 സ്റ്റെപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സംഭവം അതിന്റെ ബാക്കെൻഡിലേക്ക് വന്നു. ജെമിനിയിൽ 131 കൊടുത്താൽ കിട്ടുന്നുണ്ട്. പതുക്കെ അടി കാണിച്ച് എടുക്കത്തുള്ളൂ. അപ്പോൾ 25 വെച്ച് ബ്രേക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു സിംഗിൾ പ്രോംപ്റ്റ് ലിസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ 5% ഓഫ് കപ്പാസിറ്റി യൂസ്ഡ്, പ്രിപ്പയർ എ ലിറ്ററേച്ചർ റിവ്യൂ, based on the research problem, questions or objectives already identified. അത് ആദ്യം നമ്മൾ ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. പ്രിപ്പയർ എ ലിറ്ററേച്ചർ റിവ്യൂ, ഫോളോ APA സ്റ്റൈൽ. കാഷ്വൽ പ്രോംപ്റ്റ് ആണ്, റൺ ചെയ്യുക. സോ അത് പോയി വായിച്ചു നോക്കും, എന്നിട്ടത് എഴുതരും. റെഫറൻസസ് ഒക്കെ ആൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ക്രോസ് ചെക്ക് ചെയ്യണം എന്നാലും കേട്ടോ. നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് തെറ്റ് വരാൻ സാധ്യതയില്ല. എന്നാലും ഫോർ ദ സേക്ക് ഓഫ് സെക്യൂരിറ്റി ക്രോസ് ചെക്ക് ചെയ്യും. APA ഫോളോ ചെയ്യുമ്പോൾ APA ഫോളോ ചെയ്താണ് അത് എഴുതി തരുന്നത്. റെഫറൻസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞത് ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൽ ChatGPT ആണ് തെറ്റൊന്നും കൂടാതെ റെഫറൻസസ് കറക്റ്റ് ആക്കി തരുന്നത്. ക്ലോഡ് ഇടയ്ക്ക് ഇപ്പോൾ മാലിദ്വീപും വെസ്റ്റ് ആഫ്രിക്കയിലെ മാലിയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഒന്നും ക്ലോഡിന് അറിഞ്ഞൂടെ. എന്നെ പറ്റിച്ചിട്ടുണ്ട് ഒരിക്കലും. അപ്പോൾ അത് അങ്ങനെ റെഫറൻസ് കയറി വന്നിട്ടുണ്ട് ഒരു പേപ്പർ ഞാൻ മാനേജ് ചെയ്തപ്പോൾ. ഇതുണ്ട്. ഇത് പിന്നെ നമ്മുടെ ടൈറ്റിലിനനുസരിച്ചിട്ട് ഈ ലിറ്ററേച്ചറിനെ നമുക്ക് ട്വീക്ക് ചെയ്യാം. ആ രീതിക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടും ലിറ്ററേച്ചർ റിവ്യൂ പാർട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങൾ വെബ് ഓഫ് സയൻസോ സ്കോപ്പസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഡാറ്റാബേസുകളിൽ പോയിട്ട് അവിടുന്ന് ഡാറ്റ സെറ്റ് എടുത്ത് തന്നെ ഇതിനെ ഫീഡ് ചെയ്തിട്ട് ചെയ്യുക. അല്ലാതെ ജനറൽ ChatGPT-ന്നോ ക്ലോഡിന്നോ പെർപ്ലക്സിറ്റിന്നോ ജെമിനിന്നോ എടുക്കാതിരിക്കലാണ് ബെറ്റർ എന്നുള്ളത്. പക്ഷെ ആ റിസർച്ച് മോഡില് നിങ്ങൾ പോയി ചെയ്ത് ആദ്യമേ ഒരു ഔട്ട്പുട്ട് എടുക്കണം. ആ ഔട്ട്പുട്ട് അത് ബേസിക്കലി റിലയബിൾ സോഴ്സിൽ നിന്ന് പോയിട്ടായിരിക്കും കണ്ടന്റ് എടുക്കുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ആ ഇൻസൈറ്റ് വെച്ചിട്ട് ഫർദർ ആയിട്ട് നിങ്ങൾക്ക് വെബ് ഓഫ് സയൻസോ സ്കോപ്പസോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പെർഫെക്റ്റ് കീവേഡ്സ് ക്രിയേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. വേരിയബിൾസ് ഐഡന്റിഫിക്കേഷൻ എളുപ്പമാകും എന്നുള്ളതാണ് ഡീപ്പ് റിസർച്ച് മോഡുകൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറായി തോന്നും. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഔട്ട്പുട്ട് നമുക്ക് പെട്ടെന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ വെബ് ഓഫ് സയൻസും സ്കോപ്പസ്, വെബ് ഓഫ് സയൻസിന്റെ യൂസർ ഐഡി പാസ്വേഡ് ഇപ്പോൾ 6 or 7 ആയി തോന്നുന്നു. അത് എല്ലാ ഗ്രൂപ്പുകാർക്കും തരാം. നിങ്ങൾക്കത് ഈ പേപ്പർ റൈറ്റ് ചെയ്യാൻ വേണ്ട സമയത്തൊക്കെ നിങ്ങൾക്കിത് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും സ്കോപ്പസ് AI ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ അന്ന് വരുമ്പോൾ എൻ്റെ സിസ്റ്റം തരാം. നിങ്ങൾക്ക് ആ കീവേഡ് ഇവിടെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ സ്കോപ്പസ് AIയിൽ സെയിം കണ്ടന്റ് ബ്ലൂ ഫിനാൻസ് എന്ന് കൊടുത്താൽ ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചു തന്നതാണ്. ഔട്ട്പുട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. അതായത് നമ്മൾ സെർച്ച് ചെയ്ത് ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരു AI ടൂളിൻ്റെ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ആ സൈക്കിൾ ഒഴിവാക്കിയെടുക്കാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സമ്മറിയും ബാക്കി കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നുള്ളതാണ് സ്കോപ്പസ് AI ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണമായിട്ടുള്ളത്. വെബ് ഓഫ് സയൻസ് AI പറ്റി ഞാൻ അന്വേഷിച്ചു. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ റിപ്ലൈ തന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആയിരുന്നില്ല ഈ എമർജിങ് തീംസ് വന്നത്, ജസ്റ്റ് ടെക്സ്റ്റ് മാറ്റർ ആയിട്ടാണ് വന്നത്. ഇപ്പൊ അത് കറക്റ്റ് വന്നാണ്ടോ, അതാണ് ഞാൻ അന്ന് പറഞ്ഞു. അപ്പോൾ വെബ് ഓഫ് സയൻസിന്റെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന സംഭവം ചില യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രമേ ട്രയൽ വെർഷൻ കൊടുത്തിട്ടുള്ളൂ. കോമൺ ആയിട്ട് അധികം കൊടുത്തിട്ടില്ല. അത്ര സ്ട്രോങ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പല യൂസേഴ്സും അത് പറയുന്നുമില്ല. ഇനിവേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് എവിടെന്നെങ്കിലും കിട്ടുമെന്ന്. ഇനിവേ ഇവിടെ സ്കോപ്പസ് AI എമർജിങ് തീംസ് എല്ലാം കിട്ടി. ഉണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു. ഇത് നിങ്ങൾ സ്കോപ്പസ് AI ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം ഈ തീംസ് എല്ലാം കൂടെ കോപ്പി ചെയ്യും. ഞാൻ ഇതിന്റെ മാത്രം തീംസ് കോപ്പി ചെയ്ത് എടുത്തിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിത് കോപ്പി ചെയ്തിട്ട് അതൊരു വേർഡ് ഫയൽ ആക്കുന്നു.
ഇത് എല്ലാ പാർട്ടിസിപ്പൻസും ചെയ്ത് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. കാര്യം ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്പീഡിന് ചെയ്യുന്നേ ഉള്ളൂ. ഇതിപ്പോ എന്തേ കണ്ടോ, ഇതിലിപ്പോ കൺസിസ്റ്റന്റ് തീം, റെഫറൻസസ് ഇവിടെ വന്നിട്ടില്ല, പൊട്ടൻഷ്യൽ ഹൈപ്പോത്തസിസ് എവിടെ വന്നു, ഇതെല്ലാം വന്നു. ഇതിനെ സേവ് ചെയ്യുക, കൺട്രോൾ എസ്, ടെസ്റ്റ് ഡി. അപ്പോ ഈ എമർജിങ് തീംസ്, റൈസിങ് തീംസ്, കൺസിസ്റ്റന്റ് തീം ഇതെല്ലാം നമുക്ക് കിട്ടി. അതായത് ഈ ഏരിയയിലാണ് ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ട്രെൻഡ് നമ്മൾക്ക് കിട്ടി. അപ്പൊ ആദ്യത്തെ സസ്റ്റൈനബിൾ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന സംഭവത്തിന്റെ റെഫറൻസസ് ഏതൊക്കെയാന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് വരുന്നു. ഉണ്ടോ, എത്ര റെഫറൻസ് ആണെന്ന് നോക്കി. ഇതെല്ലാം സ്കോപ്പസിൽ ഇൻഡെക്സ് ചെയ്ത സ്റ്റഡീസ് ആണ്. ഇതിനെ നമുക്ക് ആ റെഫറൻസ് ലിസ്റ്റ് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. കണ്ടോ, ഏത് ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഇത് പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാണ്. ഇത് ഞാൻ ഒരു ടീമിന്റെ റെഫറൻസസ് ആണ് ഡൗൺലോഡ് ചെയ്തത്. ഇനി രണ്ടാമത്തെ തീം അവിടെ കിടക്കുന്നേ ഉള്ളൂ, ഫിനാൻഷ്യൽ ഇന്നോവേഷൻ ആൻഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ ഫിനാൻസ്. അതിനെയും ഷോ റെഫറൻസസ് എടുക്കുക, എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യുക. ഉണ്ടോ, അത് എക്സ്പോർട്ട് ചെയ്തു. പിന്നെ മൂന്നാമത്തെ തീം സെലക്ട് ചെയ്തു, അതിൻ്റെയും റെഫറൻസസ് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ റെഫറൻസസിൻ്റെയും എല്ലാ തീമുകളുടെയും റെഫറൻസസ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പൊ നമുക്ക് ട്രെയിനിങ് ഡാറ്റ ആയി എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാൻ തിരിച്ച് ക്ലോഡിൽ പോയി അല്ലെങ്കിൽ ജെമിനി പോയി മറ്റൊരു പ്രോജക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ പ്രോജക്റ്റ് ബ്ലൂ ഫിനാൻസ്. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. പ്രോജക്റ്റ് കൊടുത്തിട്ട് ഈ പ്രോജക്റ്റ് നോളജ് ബേസ് ഉണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് എടുക്കേണ്ടത്. എമർജിങ് തീംസ് നമ്മളൊരു വേർഡ് ഫയലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ടെസ്റ്റ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഓരോ റെഫറൻസസും അവിടെ ഉണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ട്രെയിനിങ് ഡാറ്റ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ പറയണം, ഐ ഹാവ് സെർച്ച്ഡ് സ്കോപ്പസ് AI വിത്ത് ദ കീവേഡ് ബ്ലൂ എക്കോണമി ആൻഡ് ഐ ഹാവ് ഗോട്ട് ദ ഫോളോയിങ് കൺസിസ്റ്റന്റ് തീം, എമർജിങ് തീം, ദെൻ റൈസിങ് തീം, ആൻഡ് ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വേർഡ് ഫയൽ അറ്റാച്ച്ഡ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതിന് ബുദ്ധിയൊന്നുമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അത് ചെയ്യത്തുള്ളൂ. എന്നിട്ട് പിന്നെ പറയുക ദ റെഫറൻസസ് റിലേറ്റിംഗ് ടു ദ ഫസ്റ്റ് തീം, എന്നിട്ട് ആ തീമിന്റെ പേര് വേണമെങ്കിൽ ഇവിടെ പറയാം, ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പസ് ഇൻ ദ ടെക്സ്റ്റ് ഫയൽ വിത്ത് ദ നെയിം. ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അങ്ങനെ മെൻഷൻ ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്, അത് തെറ്റില്ലാതെ അവിടെ തന്നെ പോയി ആ റെഫറൻസ് റീപാക്കേജ് ചെയ്ത് കൊണ്ട് തരുമെന്നുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് എ റിസർച്ച് ആർട്ടിക്കിൾ. കാഷ്വൽ പ്രോംപ്റ്റ് ആണ്, ഞാൻ പറഞ്ഞതുപോലെ പ്രോംപ്റ്റ് കൊടുക്കണം. ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഔട്ട്പുട്ട് വരുന്നതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, കുറച്ചൊരു 8-10 ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, എങ്ങനെ പ്രോംപ്റ്റ് കൊടുത്താൽ തെറ്റാതെ ഹാലൂസിനേഷൻ ഇല്ലാതെ നമ്മുടെ ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് മാത്രം ഇത് കണ്ടന്റ് അനാലിസിസ് നടത്തിയിട്ട് ഔട്ട്പുട്ട് തരും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കി അതേ ഒരു ആർട്ടിക്കിൾ വരുന്നു ബ്ലൂ ഫിനാൻസിനെ കുറിച്ച്. ഈ സ്കോപ്പസ് AI ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണ്, നമ്മളിപ്പോ എന്താണ് ബ്ലൂ ഫിനാൻസിനെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ സ്കോപ്പസും വെബ് ഓഫ് സയൻസും ഒക്കെ സെർച്ച് ചെയ്തു, ഡാറ്റ സെറ്റ് എടുത്തു, പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ഒക്കെ കഴിഞ്ഞു, കുറെ ആർട്ടിക്കിൾ സെലക്ട് ചെയ്തു, ഓരോന്നിന്റെയും റിവ്യൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഈ സംഭവം എല്ലാം സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ സ്കോപ്പസ് AI ചെയ്തത്. നമ്മൾ ചെയ്ത ആ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടാണ് ഈ ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ സമയം ലാഭിക്കാം എന്നുള്ളതാണ്. ബട്ട് സാധാരണ രീതിയിൽ സിസ്റ്റമാറ്റിക് റിവ്യൂസും മെറ്റാ അനാലിസിസും അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്ത് തന്നെ അയച്ചാലേ പേപ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ദ ഔട്ട്കം എന്താണെന്ന് ആദ്യമേ അറിയണമെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഒന്നും തെറ്റില്ലാതെ നമ്മൾക്ക് ഈ സംഭവം കിട്ടും. അത് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. നമ്മൾ ട്രെയിനിങ് ഡാറ്റ കൊടുത്തത് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രീ വെർഷനിൽ ഇത്രയും പോകത്തില്ല കേട്ടോ, അതുകൊണ്ട് ഒരെണ്ണമൊക്കെ ചെയ്യുമ്പോൾ കഴിയും എന്നുള്ളതാണ്. റെഫറൻസിനെ പറ്റി ഒരു നോട്ട് തന്നു, നമുക്കത് പറയുക.
ഇൻക്ലൂഡ് ടെക്സ്റ്റ് സൈറ്റ് ഇൻഡെക്സൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രൊവൈഡ് ദ റെഫറൻസസ് എന്ന് പറഞ്ഞാൽ മതി. അത് റീഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ റെഫറൻസ് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇങ്ങനെ വരുന്ന ഔട്ട്പുട്ടിനെ നിങ്ങൾ അതേപോലെ എടുത്ത് പബ്ലിഷിങ്ങിന് അയക്കരുത്. അതിനെ ഒന്ന് ഹ്യൂമനൈസ് ചെയ്യണം, ദെൻ മാനുവൽ എഡിറ്റിംഗ് നടത്തണം, എന്നിട്ടാണ് നിങ്ങൾ പിന്നെ പബ്ലിഷിങ്ങിലേക്ക് അയക്കേണ്ടത്. പബ്ലിഷിങ്ങിലേക്ക് അയക്കുമ്പോൾ എങ്ങനെ ജേർണൽ സെലക്ട് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. നമുക്ക് പറ്റുമെങ്കിൽ ഓഫ്ലൈൻ എന്ന് പറയാം. ജേർണൽ സജസ്റ്റേഴ്സിൽ അബ്സ്ട്രാക്റ്റോ കീവേഡ്സ് കൊടുത്താൽ നമുക്ക് സംഭവം കിട്ടും. അതും കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഇതിപ്പോൾ ആർട്ടിക്കിൾ ജനറേറ്റ് ചെയ്ത് കണ്ടല്ലോ. ഇപ്പോൾ ബ്ലൂ എക്കോണമി ആർട്ടിക്കിൾ ഒന്ന് എടുത്താൽ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് നമുക്ക് എടുക്കാം. സ്റ്റിൽ റൈറ്റിംഗ് നമുക്കിപ്പോൾ ജെമിനിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ജെമിനി പരിപാടി കഴിഞ്ഞു നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂ ഫിനാൻസിന്റെ ട്രെൻഡ് അനാലിസിസ് ആണ് നോക്കിയത്. ഇത് കണ്ടോ, നാവിഗേറ്റിംഗ് ദ ബ്ലൂ വേവ് ആൻഡ് ഇൻ ഡെപ്ത് അനാലിസിസ് ഓഫ് കറന്റ് ട്രെൻഡ്സ് ഇൻ ബ്ലൂ ഫിനാൻസ്, എക്സിക്യൂട്ടീവ് സമ്മറി, എല്ലാ സംഭവം ഉണ്ട്. ടേബിള് എല്ലാത്തിനും റെഫറൻസ് അവിടെ ഉണ്ട്. ഉണ്ടോ, ക്ലിക്ക് ചെയ്താൽ ആ റെഫറൻസിലേക്ക് പോകും. ഇതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഡോക്സ് കൊടുക്കാം. നെറ്റ് സ്പീഡ് കുറവാന്ന് തോന്നുന്നു. ഇനി അത് ഡോക്കിൽ വരും. 10-25 പേജ് ലെങ്ത് ഉള്ള സംഭവമായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജെമിനി അഡ്വാൻസ്ഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോ മറ്റൊരു ടൂളിലൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇന്നലെ അതിന്റെ പെയ്ഡ് വെർഷൻ എടുത്തോളൂ. ജൂലിയസ് എന്നാണ് എന്റെ പേര്. ഈ ജൂലിയസ് ഡാറ്റ അനാലിസിസ് ആണ്. എനിക്കത് കുറച്ചുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങളുടെ ബാദിഷാന്റെ ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കൺവെൻഷണൽ സോഫ്റ്റ്വെയർസ് വെച്ചും ഇത് വെച്ചും ഒന്ന് എൻ്റെ സുപ്പീരിയോറിറ്റി അതൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിൽ ഞാൻ ഇന്നലെ ചെയ്ത ഒരു സംഭവം എടുത്ത് കാണിച്ചു തരാം. മൈ ത്രെഡ്സ്, ChatGPT അവയർനെസ് ആൻഡ് യൂസേജ് എമംഗ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇൻ കേരള. അതാണ് ആക്ച്വലി ഇന്നലെ ഞാൻ ചെയ്തത്. എൻ്റെ ഡാറ്റാ സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ജെമിനി ഉപയോഗിച്ചിട്ടാണ്. ഒരു 50 ഡാറ്റാ സെറ്റ് തരാൻ പറഞ്ഞു. അതായത് ഇതാണ് ആ ഡാറ്റാ സെറ്റ്. സിമുലേറ്റഡ് ഡാറ്റയാണ്, അതായത് ഫേക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതാണ് ആ സംഭവം. ഇതിൽ ഫാക്കൽറ്റി ID, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, ഡിസിപ്ലിൻ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ChatGPT യൂസേജ് ഫ്രീക്വൻസി, അങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ക്വസ്റ്റ്യനിയർ ബേസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഉണ്ടോ സംഭവം. അതിൽ 50 പേരുടെ റെസ്പോൺസ്. അതാണ് ഈ ഡാറ്റ സെറ്റ് ആയിട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് ഞാനത് ജൂലിയസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് അപ്ലോഡഡ് ദ ഫോളോയിങ് ഫയൽസ് ഫോർ യു. അതെല്ലാം ചെയ്തു. ഞാൻ ഡു ആൻ അനാലിസിസ് എന്ന് പറയുന്ന കീവേഡ് മാത്രമേ ഉള്ളൂ. ഇത് കാണാനല്ലോ അല്ലെ ഇന്റർഫേസ്? കാണാം സർ. ഇതിന്റെ അനാലിസിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, പൈത്തണും ആറുമാണ് റൺ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ അനാലിസിസിന് ഉപയോഗിക്കുന്ന ടൂള്. അത് ഇവരിത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ വ്യത്യാസം. അതെല്ലാം റൺ ചെയ്ത് ഔട്ട്പുട്ട് ഒക്കെ തന്നു. ഇത് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ബേസ് ചെയ്താ വന്നത്. കുറച്ചുകൂടെ നല്ലതൊക്കെ കിട്ടുന്നുണ്ട് ഔട്ട്പുട്ട്. സാധാരണ കിട്ടുന്ന വിഷ്വലൈസേഷൻസ്, ബ്രീഫ് ടേക്ക് അവേസ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെ കിട്ടും. അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാനും പറ്റും. നമ്മൾ പ്രോംപ്റ്റ് കറക്റ്റ് കൊടുത്താൽ മതി. എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നത്, അത് ഡിസ്ക്രിപ്റ്റീവ് ആവണോ, ഇൻഫറൻഷ്യൽ ആവണോ, അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ചെയ്യണം, അത് സാധാരണ ChatGPT അല്ലെങ്കിൽ മറ്റ് AI ടൂൾസിന്റെ അടുത്ത് പറയുന്ന പോലെ പ്രോംപ്റ്റ് ചെയ്ത് പോയാൽ മതി. അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു ടൂളായിട്ടാണ് ഇത് റിവ്യൂസ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പെയ്ഡ് വെർഷൻ ഡെമോൺസ്ട്രേഷന് വേണ്ടി എടുത്തത്.
നിങ്ങളും ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വെർഷൻ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് വെർഷനോ എടുക്കുന്ന പെയ്ഡ് വെർഷൻ എടുക്കുന്നത് നല്ലതാണ്. ഇതാണ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടൂൾ. അപ്പോൾ ഇത്തരം ടൂൾസുകൾ നിങ്ങളൊന്ന് ട്രയൽ എടുത്തിട്ട് വരും. വേറെ ഒരുപാട് ടൂൾസ് ഉണ്ട്, എല്ലാ ടൂൾസും ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ ആർ ഡിസ്കവറി കഴിഞ്ഞ ദിവസം അമൃതാംബിക പറഞ്ഞു, ആർ ഡിസ്കവറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരാം. ആർ ഡിസ്കവറി ഡാറ്റ സെർച്ചിന് വേണ്ടിയുള്ളതാണ്, ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു ഹ്യൂമനൈസർ ടൂളും കൂടെ നിങ്ങളൊന്ന് അപ്പോൾ അൺഡിറ്റക്റ്റബിൾ എഐയോ അല്ലെങ്കിൽ സ്റ്റെൽത്ത് റൈറ്ററോ ഒന്ന് അക്കൗണ്ട് എടുക്കുന്നത് നല്ലതാണ്. അൺഡിറ്റക്റ്റബിൾ എഐ ഇത് ഹ്യൂമനൈസ് ചെയ്യുക, കണ്ടന്റ് ഹ്യൂമനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് ഞാൻ ഇന്ന് തന്നെ അയച്ചു തരാം, നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക. ചാറ്റ് GPT, ക്ലോഡ്, പെർപ്ലെക്സിറ്റി, ജെമിനി, മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റ്, ഇത്തരം ടൂൾസിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരിക. കാര്യം നമുക്ക് ഏത് ടൂൾ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടിയാണ്, കണ്ടന്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കുന്നത്. ചാറ്റ് GPT ഉപയോഗിച്ച് വിഷ്വലൈസേഷൻസ് പറ്റും, ഗ്രാഫ്, ചാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പറ്റും. ചാറ്റ് GPT പെയ്ഡ് വെർഷൻ ഉണ്ടെങ്കിൽ അതിന് അതിനകത്ത് പ്ലഗിൻ ഉണ്ട്. ഡാറ്റ അനാലിസിസ് നമുക്ക് ചാറ്റ് GPTയിൽ പറ്റുമേ. ചാറ്റ് GPTയിൽ പെയ്ഡ് വെർഷനിൽ GPTs ഓപ്ഷനിൽ ഡാറ്റ അനാലിസിസിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ജൂലിയസ് പോലെ തന്നെ ഉള്ള പ്ലഗിൻസ് അവിടെ ഉണ്ടാവും. കുറേ പ്ലഗിൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, 8:30 മണിയായി. അപ്പോൾ ഡാറ്റ അനാലിസിസിന്റെ സംഭവങ്ങൾ SPSSന്റെ പ്ലഗിനൊക്കെ ഉണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക. നോർമൽ SPSS എന്ന് വരുന്ന ഔട്ട്പുട്ട് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും, ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുക, ഏതാണ് സുപ്പീരിയർ എന്ന് നോക്കുക. നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. 6 ഇതിലും ഉണ്ട്, ഉണ്ടോ? ജൂലിയസിലുള്ള പോലെ 6 ഇതിലും ഉണ്ട്. ജൂലിയസിന്റെ പ്രത്യേകത എന്താണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ അനാലിസിസ് പർപ്പസ് ആണ് ജൂലിയസിന്റെ പ്രത്യേകത. അത് മാത്രമേ ഈ ചാറ്റ് GPT ഒരുപാട് സംഭവം ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജൂലിയസ് ഈസ് സ്പെസിഫിക്കലി ഫോർ ഡാറ്റ അനാലിസിസ്. വിഷ്വലൈസേഷൻസ് ഒക്കെ ഇതിന്റെ ട്യൂട്ടോറിയലിൽ സ്റ്റണ്ണിങ് വിഷ്വലൈസേഷൻസിൽ കിടക്കുന്നുണ്ട്. ഇല്ല ആ ടൈം സീരീസ് അനാലിസിസ് അതൊക്കെ നമ്മൾ സാധാരണ കൊമേഴ്സുകാർ ചെയ്യുന്നതാണല്ലോ. ടൈം സീരീസ് അനാലിസിസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ട്യൂട്ടോറിയൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് ഈ നിലവിലുള്ള നമ്മുടെ ഈ പബ്ലിഷിംഗ് എക്സ്പെരിമെന്റിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, ടൂളിന്റെ ഉപയോഗം പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൺവെൻഷനൽ ആയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി വി ഷുഡ് പബ്ലിഷ് അറ്റ്ലീസ്റ്റ് 1 റിസർച്ച് ആർട്ടിക്കിൾ ഇൻ എ ഹൈ ഇമ്പാക്ട് ജേർണൽ വിത്തിൻ 3 months എന്നുള്ളത്. അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ക്രെഡിറ്റ് ആണ്. അത് നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു ബേസിക് ഇൻട്രോ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓഫ്ലൈൻ കൊണ്ട് നമ്മുടെ ക്ലാസ് തീരില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. കാര്യം ഓഫ്ലൈനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ധാരണയില്ല. വീണ്ടും നമുക്ക് ഫോളോ അപ്പ് വേണ്ടി വരും. അപ്പോൾ നാളെ തന്നെ നമുക്കൊരു സർവേ ഫോം മറ്റേ അമൃതാംബിക ആരെങ്കിലും ഇടും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള ഇതാണ്, മെറ്റീരിയൽസ് റീഡ് ചെയ്യുക, പരമാവധി ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി അയച്ചു തരാം. ഓടിച്ചെന്ന് നോക്കിയാൽ മതി. 2, ഗ്യാപ്പ് ഐഡന്റിഫൈ. നിങ്ങൾക്ക് ഏരിയ എന്തായാലും നിങ്ങൾക്ക് ആൾറെഡി ഐഡന്റിഫൈഡ് ആണ്. അപ്പോൾ അവിടെ ഗ്യാപ്പും ആൾറെഡി ഐഡന്റിഫൈ. അപ്പോൾ അത് ബേസ് ചെയ്ത് ടൈറ്റില്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ലിറ്ററേച്ചർ റിവ്യൂവിന് ഞാൻ പറഞ്ഞതുപോലെ എ ടൂൾസിനെ ആശ്രയിക്കാതിരിക്കുക, സ്റ്റാൻഡേർഡ് സോഴ്സസ് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ റിസർച്ച് പേപ്പർ ഔട്ട്ലൈൻ ഒക്കെ തരുന്ന മെറ്റീരിയലുണ്ട്, അത് ബേസ് ചെയ്ത് ഒരു ഔട്ട്ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏത് ജേർണൽ സെലക്ട് ചെയ്യണമെന്നുള്ളത് ജേർണൽ സജസ്റ്റേഴ്സ് വഴിക്കാണ് പറ്റുന്നത്. അപ്പോൾ ജേർണൽ സജസ്റ്റർ വെച്ചിട്ട് കീവേഡ്സോ അബ്സ്ട്രാക്റ്റോ കൊടുക്കുമ്പോൾ അത് തന്നെ ജേർണൽസ് സജസ്റ്റ് ചെയ്ത് തരും. അതിന്റെ ഹോം പേജിൽ പോവുക, ഓതർ ഗൈഡ് ലൈൻസ് നോക്കുക. ആ ഓതർ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. ഭയങ്കര ഈസിയാണ്. ഓതർ ഗൈഡ് ലൈൻസ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചാറ്റ് GPT ഇട്ട് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ ഔട്ട്ലൈൻ ആ ജേർണലിൽ ബേസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ തരും. പിന്നെ അത് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഓരോ കമ്പോണന്റ് പാർട്ട് ഡാറ്റ ആഡ് ചെയ്ത് പോയാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഭയങ്കര ഇൻഫോർമൽ ആയിട്ട് സെഷൻ എടുക്കുക, എന്ത് സംശയങ്ങളും ചോദിക്കാം, ചളി ചോദിക്കാം, മണ്ടത്തരം ചോദിക്കാം.
ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഞാനും എബോവ് ആവറേജ് റിസർച്ചർ അല്ലെങ്കിൽ ഫാക്കൽറ്റി ഒന്നുമല്ല. ഞാൻ ഇപ്പോഴും പലരിടത്തും ചോദിച്ച കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കൺസിഡർ മീ ആസ് എ യുവർ കൊളീഗ്, ഫാമിലി മെമ്പർ എക്സെട്ര. എന്തും ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ Q&A. സർ, യെസ്. സർ, ഈ GPT-യുടെ പെയ്ഡ് വെർഷൻ ആണ്. എത്ര ഡിവൈസ് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം? ഒരു സമയം ഒരു ഡിവൈസ് സൈൻ ചെയ്യുന്നതാണ് ബെറ്റർ. അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഡിവൈസിലേക്ക് സൈൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്യുക, എന്നിട്ട് മെയിൽ വരും, നിങ്ങളുടെ സാധനം എന്തേ തൃശ്ശൂർ ഉപയോഗിക്കുന്നു, കണ്ണൂർ ഉപയോഗിക്കുന്നു, ഉഗാണ്ടയിൽ ഉപയോഗിക്കുന്നു, ആരൊക്കെ നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവും, പെട്ടെന്ന് യൂസർ ഇത് മാറ്റാൻ വേണ്ടി തരും. സ്ഥിരമാകുമ്പോൾ അവർ മനസ്സിലായത് മൾട്ടിപ്പിൾ ആൾക്കാർ ഉപയോഗിക്കുന്നു. പിന്നെ 2-3 ഡിവൈസ് ഒക്കെ നമ്മുടെ തന്നെയാണ്, സെയിം IP ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ സർ. സർ, അതിന്റെ മെമ്മറി ഒക്കെ എന്തോ ഓഫ് ആക്കി വെക്കാനുള്ള എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. അത് നമ്മൾ ചാറ്റ്, ഇപ്പോൾ ഒരു ചാറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? അവരെ പറ്റിക്കുന്നതല്ലേ? അത് എനിക്കറിയില്ല. നമ്മൾ സപ്പോസ് ഈ പ്ലേജറിസം ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. നമ്മൾ ആ സൈഡിലെ ചാറ്റിന്റെ സൈഡിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഡിലീറ്റ്, മെമ്മറി ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. നോക്കാം, ഞാൻ അധികം നോക്കിയിട്ടില്ല. ഓക്കെ സർ. അല്ല, പ്ലേജറിസം ഒഴിവാക്കാൻ ലാസ്റ്റ് കണ്ടന്റ് വന്നിട്ട് അത് റീഫ്രേസ് ചെയ്താൽ പോരെ? അല്ല, അതും ചെയ്യാലോ. പ്ലസ് ഇതൊരു ആഡ്. നോക്കാം. അങ്ങനെ പോരട്ടെ, അങ്ങനെ സൂത്രപ്പണികൾ പോരട്ടെ. സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഇംഗ്ലീഷ് എന്നുള്ള ഫാക്കൽറ്റിയാണ് സർ, SD കോളേജിൽ. ഞങ്ങളിപ്പോ ഒരു 4 പേര്, ഞാൻ മനസ്സിലാക്കിയതോടെ 4 പേരെന്ന് തോന്നുന്നു. 3 റിസർച്ച് സ്കോളേഴ്സും ഞാനും. നമ്മൾ ലിറ്റററി റിസർച്ച് ആണ് നമ്മളെ ഏരിയ. സാർ ഓൾറെഡി ഏതൊരു കോളേജിൽ, എനിക്കൊന്ന് കുറുവിലങ്ങാട് ദേവമാതയിലെന്ന് തോന്നുന്നു, ലിറ്റററി റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോ ഇതില് ഇപ്പൊ സാറ് ഡിസ്കസ് ചെയ്ത ടൂൾസ് എല്ലാം ജനറൽ ആയിട്ട് എല്ലാ റിസർച്ചേഴ്സിനും ഉപയോഗിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും പറ്റും. ലിറ്റററി റിസർച്ച് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ സാർ അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നല്ലതായിരുന്നു. ഇന്നല്ല സെഷനിൽ പറ്റിയ. ഓക്കെ, ഈ ടൂൾസ് എല്ലാം ലിറ്റററി റിസർച്ചുമായി ബന്ധപ്പെട്ട പ്രോംപ്റ്റുകൾ കൊടുത്താൽ മതി. ഇപ്പോ ഞാൻ തന്നെ ക്ലോഡ് ഉപയോഗിച്ചിട്ട് മറ്റേ ക്രിസ് ക്ലീവിന്റെ ഗോൾഡ് എന്ന് പറയുന്ന ആ നോവൽ ഞാൻ ലിറ്റററി അനാലിസിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയുടെ. ഇപ്പൊ നമ്മൾ ഈ ജെമിനി അഡ്വാൻസ് ഉപയോഗിച്ചില്ലേ, അതിലിപ്പോ ഏതെങ്കിലും ഒരു ലിറ്റററി ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് അത് അനാലിസിസ് നടത്തി തരാൻ പറഞ്ഞാൽ അത് അനാലിസിസ് ചെയ്തു തരും. ഞാൻ കുറവിലങ്ങാട് ആക്ച്വലി ചെയ്തത് ഈ ലിറ്റററി അനാലിസിസ് നടത്താൻ വേണ്ടി ആദ്യമേ തന്നെ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി അത് ഞാനത് കാണിച്ചു തരാം, അന്ന് വരുന്ന ദിവസം കാണിച്ചു തരാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ജെമിനി അഡ്വാൻസ് ഡീപ്പ് റിസർച്ച് എടുത്തിട്ട് എന്താണ് ഒരു ഡാറ്റ സെറ്റ്, അതായത് ഒരു ട്രെയിനിങ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്തു. അപ്പൊ എല്ലാ മറ്റേ ലിറ്റററി തിയറീസും അതുമായി ബന്ധപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള അനാലിസിസ്, ജേർണൽ ആർട്ട്, അങ്ങനെ അതൊരു 19 പേജ് ഉള്ള ഒരു ട്രെയിനിങ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ട്രെയിനിങ് ഡാറ്റ വായിച്ചു നോക്കിയാൽ എല്ലാ ലിറ്റററി തിയറീസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തിയറിയും കണക്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ്, പിന്നെ അതിന്റെ എക്സാമ്പിൾസ്, അങ്ങനെ ഒരു കോർപ്പസ് ഓഫ് എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ പുസ്തകം പോലെയുള്ള ഒരു സാധനമായിരുന്നു അത് ക്രിയേറ്റ് ചെയ്ത് തന്നത്. എന്നിട്ട് ഞാൻ ഇതിനെ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് ജെമിനിയിൽ ഫീഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഏത് ടെക്സ്റ്റ് വേണോ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റയിൽ കിടക്കുന്ന ആ കണ്ടന്റ് വെച്ചിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് തരും. ഒരു 60-70% ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് സംഭവങ്ങൾ വരും. ബാക്കി നമുക്ക് നമ്മുടെ ഹ്യൂമൻ ഇന്റലക്ട് നോക്കുക. ഈ VC ഹാരിസ് സാർ പറയുന്ന പോലെ നമ്മളിങ്ങനെ വരികൾക്കിടയിൽ വായിച്ച് പുതിയ അർത്ഥതലങ്ങളിൽ കണ്ടെത്തലാണ് ഈ ലിറ്റററി ക്രിറ്റിസിസം. അപ്പോ ഈ ടൂള് കുറെയൊക്കെ ചെയ്തു തരും, പിന്നെ ഫർദർ ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഇൻപുട്ടും കൊടുത്ത് പുതിയ തലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എനിവേ
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഒക്കെ വെച്ചിട്ട് തിയറീസ് ഒക്കെ വെച്ചിട്ട് ഇന്ന പാരഗ്രാഫ് അല്ലെങ്കിൽ ഇന്ന ചാപ്റ്ററിന്റെ ഇന്ന ഏരിയ ഇന്ന തിയറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അവിടെ ഇന്ന തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ വളരെ ലേൺഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അത് തരുന്നുണ്ട്. ഓക്കെ സാർ, എന്റെ ഒരു സംശയം കൂടി. ഇപ്പൊ നമ്മളിപ്പോ ബേസിക്കലി സാർ പറഞ്ഞ പോലെ ലിറ്റററി റിസർച്ചിൽ വരുന്ന ടെക്സ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണല്ലോ ലിറ്റററി ടെക്സ്റ്റുകളെ. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നുള്ള പ്രോംപ്റ്റ് ഇപ്പൊ ചാറ്റ് GPT കൊടുത്തിട്ട് ആ അനാലിസിസ് നമ്മള് റിസർച്ച് ആർട്ടിക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അപ്പൊ അത് ബേസിക്കലി അത് നമ്മളുടെ ഡേറ്റ ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് പ്ലേജറിസം തന്നെയല്ലേ? എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മള് വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ എന്താണ് ചിന്താധാരയൊക്കെ വെച്ച് ഒരു സാധനം എഴുതുമ്പോൾ അത് നമ്മുടേതാണ്. ആ സാധനം നമ്മളൊന്ന് ഓട്ടോമേറ്റ് ചെയ്തു എന്നുള്ള ഒരു കൺസെപ്റ്റ് മതി. ഈ വരുന്ന സാധനം അതേപടി അങ്ങ് എടുക്കാതെ നമുക്ക് ഹ്യൂമൻലി ഒരു പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ പോകുന്ന പോയിന്റ്സ് ഉൾപ്പെടെ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. ആ രീതിക്ക് ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ഈ പ്ലേജറിസത്തിന് ജേർണൽസ് ഇപ്പോ അതും കൂടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. AI പ്ലേജറിസം എത്രത്തോളം ഉണ്ടെന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതിലത് കാണിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. കാണിക്കാം. ഞാൻ ഇപ്പോഴും തന്നെ അത് കാണിച്ചത്. ഒരു സെക്കൻഡ്. ഇപ്പൊ നമുക്കൊരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ഇപ്പോ ചാറ്റ് GPT ഞാൻ എടുത്തിട്ട് give me 500 word ഒരു കാഷ്വൽ പ്രോംപ്റ്റ് ആണ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വായിക്കാത്ത ഒരു പുസ്തകം, ഇപ്പൊ ലേറ്റസ്റ്റ് ഏതെങ്കിലും ഒക്കെ പുസ്തകം എടുത്തിട്ട് അതിന്റെ സോഫ്റ്റ് കോപ്പി എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഔട്ട്പുട്ട് എടുക്കുക. എന്നിട്ട് അതിനെ മൊത്തം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിലേക്ക് നമുക്ക് എംഫസിസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ അപ്പൊ നമുക്ക് ഒരു പ്രയർ ആയിട്ടുള്ള ഒരു കുറെ ഇൻസൈറ്റ്സ് തരും. അപ്പൊ ആ ഇൻസൈറ്റ്സ് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായുള്ള ചിന്താധാരയും കൂടെ കണക്ട് ചെയ്ത് ബെറ്റർ ആക്കാം എന്നുള്ള ഒരു സംഭവമാണ്. ഒരിക്കലും ഇന്റലക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇത് ഒരു ലേൺഡ് കമ്പാനിയനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു. AI തരുന്ന ഇൻസൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് സൈറ്റ് ചെയ്യേണ്ടി വരുമോ? സൈറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അപ്പോഴും അവിടെ കിടപ്പുണ്ടല്ലോ. ഈ AI പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതിനെ ഒന്നുകൂടി കുറച്ചുകൂടി സ്പൈസ് കൂടെ ആഡ് ചെയ്ത് അത് നമ്മുടേതായില്ലേ, ആംഗിളിൽ ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനിത് എടുത്തു. 500 വേർഡ്സ് ഉണ്ടോ നോക്കണം. 300 മേളിലുണ്ടെങ്കിലേ അത് AI ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. Test AI ST. Five not 8 words on 45. സബ്മിറ്റ് ചെയ്യുക.
ഇതുണ്ട് ഇപ്പോ ഇത് എത്ര പ്ലേജിയറിസം ആയത്? ഇപ്പൊ 10% പിക്ക് ചെയ്തത്, മീൻസ് സിമിലാരിറ്റി. ഓക്കെ. എ എത്രയാണോ? എ 100% ആയിരിക്കും. സിമിലാരിറ്റി 10% ആണ്. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് അതിപ്പോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അത് മാത്രമേ ലിസ്റ്റ് ചെയ്തുള്ളൂ. ഉണ്ടോ? അപ്പൊ അവിടെ വന്നു A87 വന്നിട്ടുണ്ട്, 100 വന്നില്ല. അപ്പൊ ഇതിന് എത്ര കേപ്പബിലിറ്റി ഉള്ളൂ? ആദ്യത്തെ പാരഗ്രാഫ് നമ്മുടേതായ വേർഡ്സിൽ പാരഫ്രൈസ് ചെയ്ത് അത് കാണിക്കില്ല, AI കാണിക്കില്ല. അതാ ഞാൻ പറഞ്ഞു തന്നെ. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാധനം എടുത്തിട്ട് ഒന്നുകിൽ മാനുവലായിട്ട് പാരാഫ്രൈസ് ചെയ്യുക. മാനുവലായിട്ട് പാരാഫ്രൈസ് ചെയ്താൽ AI പിന്നെയും കുറയും. ഹ്യൂമൻ എഡിറ്റിംഗ് ആണ് ഏറ്റവും ബെറ്റർ ടൂൾ. ഹ്യൂമനൈസർ ടൂൾ ഉപയോഗിക്കാതെ മാനുവലായിട്ട് തന്നെ ചെയ്താൽ AI കുറഞ്ഞു വരും. അത് മൾട്ടിപ്പിൾ ടൈംസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. പിന്നെ ലിറ്റററി റിസർച്ചിൽ ഇത് മാത്രമല്ല, ആക്ച്വലി ഈ ടൂൾസ് മാത്രമല്ല. ഞാൻ അന്ന് ദേവമാത എടുത്തതിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ AI ടൂൾസ്, അതില് ലിറ്ററേച്ചർ റിവ്യൂ അല്ല, ഒരു സെക്കൻഡ്. AI ഇൻ ലിറ്റററി റിസർച്ച്, അതിൽ ഈ ഗൂഗിൾ ബുക്സിന്റെ ഒരു AI ടൂളാണ് ഞാൻ ഇപ്പം ജസ്റ്റ് കാണുന്നത്. ഈ എൻഗ്രാംസ് എന്ന് പറയുന്നത് ഇത് ലിറ്റററി റിസർച്ചുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇത് പിന്നീട് സമയം കിട്ടുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ. എനിവേ ഈ എന്താണ് ഈ വേർഡ്സ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഭവങ്ങളാണ് നിങ്ങളുടെ ആ റിസർച്ചുമായി ബന്ധപ്പെട്ട കമ്പോണന്റ് ആണ്. ഇത് വെച്ച് പേപ്പേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. മറ്റൊന്ന് ദിസ് വൺ, ഇതും ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്ന ഒരു സംഭവമാണ്. ഈ ലിറ്റററി റിസർച്ചുമായി ബന്ധപ്പെട്ട ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് PDF, വേർഡ്, പവർ പോയിന്റ് എന്നിട്ട് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് ഒക്കെയാണ് ഇതിൽ കിടക്കുന്നത്. മറ്റൊന്ന് മിംനോ സംതിങ്, ടോപ്പിക് മോഡലിംഗ്, അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ലിറ്റററി റിസർച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഞാൻ റിവ്യൂസ് വായിച്ചുകൊണ്ടാണ് ഇതൊന്നും ഞാൻ അവിടെ ഡെമോ ചെയ്ത് കാണിച്ചില്ല. ജസ്റ്റ് ഇതിന്റെ പേരുകൾ മെൻഷൻ ചെയ്ത് എന്നിട്ട് ഫർദർ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞതാണ്. എന്റെ ഏരിയ അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇതിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കിയിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ലിറ്റററി അനാലിസിസിന് വേണ്ടി ട്രെയിനിങ് ഡാറ്റ ജെമിനിയെ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു സെപ്പറേറ്റ് പേജിൽ ഇട്ടിട്ട് അത് വേണമെങ്കിൽ ഒരു പേപ്പറായിട്ട് കൊണ്ട് ഞാൻ അവിടെ ഉള്ള ടീച്ചേഴ്സിനെ പറഞ്ഞതുമാണ്. പിന്നെ ഏതെങ്കിലും സാമ്പിൾ ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്താൽ അത് ക്രിറ്റിസിസം കറക്റ്റ് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓട്ടോമേറ്റഡ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഞാനന്ന് അവിടെ പറഞ്ഞത്. താങ്ക് യു സർ. മറ്റെന്തെങ്കിലും ഡൗട്ട്സ്? ഞാൻ ഈ AI ടൂൾസ് ഉപയോഗിക്കാൻ എപ്പോഴും ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂൾ ഓഫ് തോട്ടിലുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് മറ്റൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, ഇത് ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയ്ക്കും എന്നുള്ള മറ്റൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിലും ഉള്ള ആ ക്രിറ്റിസിസം ഞാൻ ഒരുപാട് കേൾക്കാം. അപ്പോൾ IIT-യിലെ കൊളീഗ്സ് ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല. എനിക്ക് IIT-യിലെ ഒരു കൊളീഗ് ഉണ്ട് അവിടെ റിസർച്ച് ചെയ്യുന്നത്. അവർ AI ടൂൾസ് തൊടാറേ ഇല്ല. അവരുടെ റൈറ്റപ്സ് ഒക്കെ കാണുമ്പോൾ 1% സിമിലാരിറ്റി, പിന്നെ 0 AI ഞാനിത് സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ടെക്നോളജി ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും എന്നുള്ള കൺസെപ്റ്റിലുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്.